വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിൽ ആദ്യ ശിക്ഷ. ഉമ്മൻചാണ്ടി അടക്കം 4 പേർ 1,61,00,000 രൂപ നഷ്ടപരിഹാരം നൽകണം. 2 മാസത്തിനകം തുക കെട്ടിവയ്ക്കണമെന്ന് MK കുരുവിള നൽകിയ ഹർജിയിൽ ബംഗളൂരു കോടതി വിധിച്ചിരിക്കുന്നു. 2015 മാർച്ച് 23-നാണ് ഹർജി ഫയൽ ചെയ്തിരുന്നത്. വിവരങ്ങൾ നൽകാൻ രാജീവ് ചേരുകയാണ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ. രാജീവ്, എന്തായാലും ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഏത് കേസിലാണ്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, വളരെ നിർണായകമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ ആദ്യത്തെ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബംഗളൂരു സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. MK കുരുവിള, ബംഗളൂരു വ്യവസായിയായ MK കുരുവിളയാണ് ഈ കേസ് നൽകിയത്. കേസിനാസ്പദമായ സംഭവത്തിന് വരുന്നതിന് മുമ്പ് ശിക്ഷ എന്താണെന്ന് പറയാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ബന്ധു ആൻഡ്രൂസ്, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബൽജിത്ത്, ബിനു നായർ എന്നിവർ എതിർകക്ഷികളായ കേസിലാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കേസിൽ 2 കോടിയിൽ പരം രൂപ ബംഗളൂരു സെഷൻസ് കോടതിയിൽ കെട്ടിവെക്കണമെന്നാണ് കേസിൻ്റെ വിധി വന്നിരിക്കുന്നത്. അതിങ്ങനെയാണ് അതിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. 1,61,00,000 രൂപ ഇതിൽ നഷ്ടപരിഹാരമായി കുരുവിള ആവശ്യപ്പെട്ടിരുന്ന തുക. അതുപോലെ തന്നെ 23/3/2015 മാർച്ച് 23-ന് ആണ് കുരുവിള ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. അന്നു മുതലുള്ള 12% പലിശ, അതുപോലെ തന്നെ കോർട്ട് ഫീസ്, വക്കീൽ ചെലവ്, കോർട്ടിൽ കെട്ടിവെച്ച ഡെപ്പോസിറ്റ്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഇപ്പോൾ കെട്ടിവെക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഇനി കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എറണാകുളം ആസ്ഥാനമായുള്ള സോസ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ലിമിറ്റഡ്, സോസ മാനേജ്മെൻറ്റ് കൺസൾട്ടന്റ് ലിമിറ്റഡ്, സോസ കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വഴി ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സോളാർ ടെക്നോളജി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി, അതുപോലെ തന്നെ സബ്സിഡി എന്നിവ ലഭ്യമാക്കി തരാമെന്ന് പറഞ്ഞ് MK കുരുവിളയിൽ നിന്ന് 1,35,000 രൂപ പലപ്പോഴായി വാങ്ങി എന്നതാണ് കേസ്. 6 പ്രാവശ്യമായി പണം നൽകി എന്നാണ് കുരുവിള ഹർജിയിൽ പറയുന്നത്. ഈ കമ്പനികൾക്ക് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ടും ഫോണിലൂടെയും ഉറപ്പ് നൽകിയെന്നാണ് കുരുവിളയുടെ പരാതി. 2012 ഒക്ടോബർ 11-ന് ക്ലിഫ് ഹൗസിൽ വെച്ച് താനുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയത് 40 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പ്രകാരമാണ് താൻ പണം നൽകിയത് എന്നാണ് കുരുവിള പറയുന്നത്. 4,000 കോടി രൂപയുടെ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി 40%, അതായത് 1,600 കോടി രൂപ വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും പ്രത്യുപകാരമായി 1,000 കോടി രൂപ നൽകണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിരുന്നതായി കുരുവിള പരാതിയിൽ പറയുന്നു. ഇതൊന്നും നടപ്പിലാവാത്ത പശ്ചാത്തലത്തിലാണ് 2015 മാർച്ച് 23-ന് കുരുവിള കേസ് നൽകുന്നത്. കേസ് നമ്പർ 1271/2015 കേസാണ് ഈ ബംഗളൂരു സെഷൻസ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ബംഗളൂരു വ്യവസായിയാണ് MK കുരുവിള. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ഒരു കേസ് ഫയൽ ചെയ്യാൻ കാരണം. എന്തായാലും ഈ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ആദ്യമായി സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട്, സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. 2 കോടിയിൽ പരം രൂപ ഇപ്പോൾ പരാതിക്കാരന് വേണ്ടി കോടതിയിൽ കെട്ടിവെക്കാൻ വേണ്ടി ബംഗളൂരു സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അഞ്ജു, എന്തായാലും നിരവധി വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി അധികാരം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിരിക്കുന്നത്. സോളാർ കേസിൽ ഇത്രയും അധികം വലിയ ഒരു അഴിമതി നടത്തിയ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ശിക്ഷ, അത്തരത്തിൽ കൂടി ഒരു വിലയിരുത്തൽ. തീർച്ചയായും പീപ്പിൾ TV സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ കോൺഗ്രസും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആദ്യമായും അവസാനമായും പറഞ്ഞിരുന്നത് തെളിവില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തട്ടിപ്പ് കേസിൽ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ 2 കോടിയിൽ പരം രൂപ MK കുരുവിള എന്ന വ്യവസായിക്ക് വേണ്ടി കോടതിയിൽ കെട്ടിവെക്കണമെന്ന വിധി സെഷൻസ് കോടതിയിൽ നിന്ന്, ബംഗളൂരു സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇത് വളരെ നിർണായകമായ വിധിയാണ്. പ്രത്യേകിച്ച് സോളാർ കമ്മീഷൻ ഇപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്തിമ റിപ്പോർട്ട് ഏകദേശം 6 മാസത്തിനുള്ളിൽ സമർപ്പിക്കപ്പെടുമെന്ന് കരുതപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ബംഗളൂരു സെഷൻസ് കോടതിയുടെ വിധി. അഞ്ജു, എന്തായാലും ഇതൊരു ചെറിയ സാമ്പിൾ വെടിക്കട്ടെ എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിൽ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് അഴി എണ്ണേണ്ടി വരും, ഇനിയും ഇത്തരത്തിൽ കുടുങ്ങേണ്ടി വരുമെന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നില്ലേ രാജീവ്? അഞ്ജു, ഈ സോളാറുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ സരിതാ നായരുടെ പേരിലും മറ്റുമുണ്ട്. ഒപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നുണ്ട്. നിരവധി മൊഴികൾ ഉമ്മൻചാണ്ടിക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനിൽ വന്നിരുന്നു. ഉമ്മൻചാണ്ടി നുണ പറഞ്ഞു എന്ന് വെളിവാക്കുന്ന തെളിവുകൾ വരെ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടിരുന്നു.
എന്നാൽ ഇതുപോലെ തന്നെ വേറൊരു കേസിൽ, കേരളത്തിൽ നടക്കുന്ന കേസിൽ ശ്രീധരൻ നായരുടെ കേസ്, മലയാളി ശ്രീധരൻ നായരുടെ കേസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു കേസിൽ ഉമ്മൻചാണ്ടി കുടുങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കേസുകളിലേക്ക് കൂടി അദ്ദേഹം മാറ്റപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചഴിക്കപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വരും എന്നുള്ളത് വ്യക്തമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഇത് ഈ സോളാർ കേസുകളിലെ ഇതുവരെ ഉണ്ടായിട്ടുള്ള കേസുകളുടെ ചരിത്രത്തിലെ, സോളാർ പരമ്പരയിലെ കേസുകളുടെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി കുറ്റവാളിയാക്കപ്പെടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കേസായി നമുക്ക് വിലയിരുത്തപ്പെടേണ്ടി വരും. അഞ്ജു, എന്തായാലും ഒരുപക്ഷെ എല്ലാം ആരോപണങ്ങൾ മാത്രം, ഒന്നിനും തെളിവില്ലല്ലോ എന്ന് ആക്ഷേപം ഉന്നയിച്ച കോൺഗ്രസുകാർ ഒരുപക്ഷെ ഇനി മൗനം പാലിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അഞ്ജു, ഇനി കോൺഗ്രസിൻ്റെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ നില അത്ര ശക്തമല്ല. പക്ഷേ എ ഗ്രൂപ്പ് ശക്തമാണ് താനും. ഈ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി കൂടുതൽ രാഷ്ട്രീയമായി ഒതുക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങേണ്ടി വരും. ഈ കേസിൻ്റെ വിധി വളരെ നിർണായകമാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട്. അഞ്ജു, എന്തായാലും ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിൽ ആദ്യ ശിക്ഷ വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി അടക്കം 4 പേർ 1,61,00,000 രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് വിധി. 2 മാസത്തിനകം തുക കെട്ടിവയ്ക്കണമെന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. MK കുരുവിള നൽകിയ ഹർജിയിലാണ് ഉത്തരവുണ്ടായിരിക്കുന്നത്. ബംഗളൂരു സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2015 മാർച്ച് 23 ആണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും രാജീവ്, ഒരുപക്ഷെ ഒടുവിൽ ഒരു കുറ്റസമ്മതം നടത്തേണ്ട അവസ്ഥയിലേക്ക് ഉമ്മൻചാണ്ടി പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടിയല്ലേ വരുന്നത്? തീർച്ചയായും ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഒരു കേസ് വെളിച്ചത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ബാക്കി എല്ലാ കേസിലും ഇത് സംബന്ധിച്ച തെളിവുകൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. TC മാത്യു അടക്കമുള്ളവരുടെ കേസുകൾ പെൻഡിങ്ങിലുണ്ട്. അതിലൊക്കെ തന്നെ ഉമ്മൻചാണ്ടി പ്രതിയേർക്കപ്പെട്ടിട്ടില്ല എങ്കിലും സരിത അടക്കമുള്ളവർ പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ കരുതാൻ. സരിത മാത്രമാണ് തട്ടിപ്പുകാരി എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തട്ടിപ്പുകാരനാണ് എന്ന പശ്ചാത്തലത്തിലേക്ക് ഈ കേസിൻ്റെ നാൾവഴികൾ കടന്നു പോകുന്നു, വിധി കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജു, എന്തായാലും സരിതയെ അറിയില്ല, സോളാർ സംഭവം അറിയില്ല എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി എന്നുകൂടി വേണ്ട വിലയിരുത്താൻ. തീർച്ചയായും ഇതുവരെ ഉമ്മൻചാണ്ടി പ്രതിരോധിച്ചിരുന്നത് ഒന്നിനും തെളിവില്ല, ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല, താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതിരോധം ഈ കേസിൻ്റെ വിധിയോടുകൂടി ഇല്ലാതാവുകയാണ്. സോളാർ കേസിൽ, തട്ടിപ്പ് കേസിൽ സരിതയെ പോലെ തന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ആദ്യ കേസ് തെളിയുകയാണ്. ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കാവുന്ന വളരെ നിർണായകമായ വിധിയാണ് ബംഗളൂരു സെഷൻസ് കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. അഞ്ജു, എന്തായാലും ഈ ആദ്യ ശിക്ഷ, അതിന്റെ കേസ്, ആ കേസിന്റെ നാൾ വഴികൾ, അതൊക്കെ ഒരിക്കൽ കൂടി പറയാമോ രാജീവ്? തീർച്ചയായും അഞ്ജു, ഈ കേസ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. 2011 തോമസ് കുരുവിളയുമായി, MK കുരുവിളയുമായി അദ്ദേഹം കാണുന്നത്. 2012 ഒക്ടോബർ 11 ക്ലിഫ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിലാണ് കൃത്യമായി തന്നെ ഉമ്മൻചാണ്ടി തൻ്റെ ഉറപ്പുകളൊക്കെ തന്നെ നൽകുന്നത്. താൻ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സബ്സിഡി വാങ്ങിയെടുക്കാമെന്നും അതോടൊപ്പം തന്നെ ഈ സബ്സിഡി തുക എന്ന് പറയുന്നത് 4000 കോടി രൂപയുടെ പദ്ധതി 40% സബ്സിഡിയാണ് ഉണ്ടാവുക. അതായത് 1600 കോടി രൂപ. ഇതിൽ 1000 കോടി തനിക്ക് നൽകണം എന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു എന്നാണ് ഈ MK കുരുവിള പറഞ്ഞിട്ടുള്ളത്. ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബെൽജിത്ത്, അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ബന്ധു ആൻഡ്രൂസ്, ബിനു നായർ എന്നിവരാണ് എതിർകക്ഷികളായി കേസിലുള്ളത്. ബംഗളൂരു വ്യവസായി MK കുരുവിള നൽകിയ കേസിലാണ് ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി ഇത് വിധിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും കൂട്ടരും 2 കോടിയിലേറെ രൂപ കെട്ടിവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എറണാകുളം ആസ്ഥാനമായുള്ള സോസ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് ലിമിറ്റഡ്, സോസ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ലിമിറ്റഡ്, സോസ കൺസൾട്ടൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വഴി ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സോളാർ ടെക്നോളജി ഇറക്കുമതി ചെയ്യുന്നതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി, അതുപോലെ തന്നെ സബ്സിഡി എന്നിവ ലഭ്യമാക്കി തരാമെന്ന് പറഞ്ഞ് MK കുരുവിളയിൽ നിന്ന് 1,35,000 രൂപ പലപ്പോഴായി വാങ്ങി എന്നതാണ് കേസ്. ഈ കമ്പനികൾക്ക് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ടും ഫോണിലൂടെയും ഉറപ്പ് നൽകിയെന്നാണ് കുരുവിളയുടെ പരാതി. 2012 ഒക്ടോബർ 11 ക്ലിഫ് ഹൗസിൽ വെച്ച് താനുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ 40 മിനിറ്റ് കൂടിക്കാഴ്ചയിലും മുഖ്യമന്ത്രി ഉറപ്പുകൾ ആവർത്തിച്ചുവെന്ന് പരാതിക്കാരൻ പറയുന്നു. 4000 കോടി രൂപയുടെ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി 40%, അതായത് 1600 കോടി രൂപ വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും
പ്രത്യുപകാരമായി 1000 കോടി രൂപ നൽകണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായി കുരുവിളയുടെ പരാതിയിലുണ്ട്. ഇതൊന്നും നടപ്പായില്ലെന്നും നഷ്ടപരിഹാരം വേണമെന്നും കാട്ടി 2015 മാർച്ച് 23-നാണ് കുരുവിള പരാതി നൽകിയത്. 1,35,00,000 രൂപയും അതിൻ്റെ 18% പലിശയും തിരിച്ചു നൽകാൻ ഉത്തരവുണ്ടാകണമെന്ന് കാട്ടിയാണ് കുരുവിള ഹർജിയായി സമർപ്പിച്ചത്. അതിൻ്റെ പലിശയെ അടക്കമുള്ള തുകയാണ് 1,61,00,000 രൂപ. അതിനോടൊപ്പം തന്നെ 2 മാസത്തിനകം ഈ പൈസ കെട്ടിവെക്കണം. 2015 കേസ് ഫയൽ ചെയ്ത് തുടങ്ങി 12% പലിശ ഇതോടൊപ്പം തന്നെ നൽകണം. ഒപ്പം തന്നെ കോർട്ട് ഫീ ആയും, അതായത് കോർട്ട് ഡെപ്പോസിറ്റായും, അതുപോലെ തന്നെ വക്കീൽ ചെലവായും കുരുവിളയ്ക്ക് ചിലവായ പണം മുഴുവൻ ഉമ്മൻചാണ്ടിയും കൂട്ടരും നൽകണമെന്നാണ് ബംഗളൂരു സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രാജീവ് തുടരുക. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിൽ ആദ്യ ശിക്ഷ ഉണ്ടായിരിക്കുന്നു. ഉമ്മൻചാണ്ടി അടക്കം 4 പേർ 1,61,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബാംഗ്ലൂർ കോടതി വിധിച്ചിരിക്കുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു താങ്കൾ? സോളാർ കോടതി കേസ് ആയതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു വിധിയാണത്. കാരണം അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എല്ലാം കൂടി നമ്മൾ പരിഗണിക്കണം. രാഷ്ട്രീയം മാത്രമല്ല, ഒരു സോളാർ ആരോപണം ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയായി എങ്ങനെ തകർത്തു, ഒരു ഗവൺമെന്റിനെ എങ്ങനെ തകർത്തു, അതിന്റെ നീതിന്യായ കോടതിയിൽ അതിനെ സംബന്ധിച്ച് വിചാരണ വരികയും വിധിയൊക്കെ വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. എന്തൊക്കെയാണെങ്കിലും മറ്റു വിശദാംശങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ആണ് എന്ന് ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിലും അറിയിച്ചേക്കൊള്ളാം. ഉമ്മൻചാണ്ടി അടക്കം 4 പേർക്ക് 1,61,00,000 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ബാംഗ്ലൂർ കോടതി വിധിച്ചിരിക്കുന്നത്. 2 മാസത്തിനകം തുക കെട്ടിവെക്കണമെന്നും ബാംഗ്ലൂർ സെഷൻസ് കോടതി അറിയിച്ചിരിക്കുന്നു. MK കുരുവിള നൽകിയ ഹർജിയിലാണ് ബാംഗ്ലൂർ കോടതിയുടെ ഉത്തരവ്. മറ്റാർക്കൊക്കെ എതിരെയാണ് കേസ്? ഹലോ മറ്റാരൊക്കെയാണ് അതിനകത്തെ അക്യൂസ്ഡ്? അതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഒരുപക്ഷെ രാജീവ് ഇപ്പോൾ നൽകുന്നതാണ്. രാജീവ്, ഉമ്മൻചാണ്ടിയുടെ ബന്ധു ആൻഡ്രൂസ്, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബൽജിത്ത്, ഒപ്പം ബിനു നായർ എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസ്. ശ്രീ ജേക്കബ് ജോർജ്, MK കുരുവിളയാണ് വാദി അല്ലേ? അതെ, ഹർജി നൽകിയത് MK കുരുവിള. അപ്പോൾ സരിതാ നായർ അതിൽ കേസിൽ പ്രതിയല്ലെന്നാണോ, അതോ എങ്ങനെയാണ് ഈ കേസിന്റെ സംഭവം? എന്റെ ഓർമ്മയിൽ സരിതാ നായർ ഇല്ലാതെ നേരിട്ടുള്ള ഇടപാടാണിത്. അല്ലാതെ സരിതാ നായർ ഉൾപ്പെട്ട കേസല്ലേ? അല്ല. കേസ് സംബന്ധിച്ച വിവരങ്ങള് ഒറിജിനലായിട്ട് MK കുരുവിള സബ്സിഡി വാങ്ങാമെന്ന് പറഞ്ഞ MK കുരുവിളയിൽ നിന്ന് കാശ് വാങ്ങിയ നടപടിയാണ്. MK കുരുവിളയിൽ നിന്ന് ഉമ്മൻചാണ്ടി പണം വാങ്ങി എന്നാണോ, അതോ മറ്റാരെങ്കിലും പണം വാങ്ങി എന്നാണോ, അതോ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് സരിതാ നായർക്ക് പണം വാങ്ങി എന്നാണോ? എന്തായാലും ശ്രീ ജേക്കബ് ജോർജ് ദയവായി തുടരുക. ഇപ്പോൾ പരാതിക്കാരൻ MK കുരുവിള തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MK കുരുവിള, താങ്കളുടെ ഹർജിയിൽ ആദ്യ ശിക്ഷ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. 1,61,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു താങ്കൾ? 1,61,00,000 രൂപയല്ല, 2 കോടിയിൽ കൂടുതൽ വരും. അത് ഞാൻ കേസ് ഫയൽ ചെയ്യുമ്പം 1,61,00,000 ഞാൻ ഫയൽ ചെയ്തത്. അത് കൂടാതെ കണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് അന്ന് മുതൽ, കേസ് ഫയൽ ചെയ്യുന്ന അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് കൂടെ കെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ ഫയൽ ചെയ്തത്. അത് കോടതി അലൗ ചെയ്തിട്ടുണ്ട്. 12% ഇൻട്രസ്റ്റ് കോടതി അലൗ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കണ്ട് എന്റെ കംപ്ലീറ്റ് ചെലവ്, അതായത് കോർട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, കോർട്ട് ഫീ അടച്ചിട്ടുണ്ട്, ലോയർ ഫീസ് അടച്ചിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞോളൂ ശ്രീ കുരുവിള. ലോയർ ഫീസ്, കോർട്ട് എക്സ്പെൻസസ് എല്ലാം കെട്ടിത്തരാനും പറഞ്ഞിട്ടാണ് കോടതിയുടെ ഓർഡർ. ഈ ഓർഡർ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് സോളാറില് ഉമ്മൻചാണ്ടി കള്ളനല്ല, അതല്ല, ഇതല്ല, തെളിവില്ല എന്നും പറഞ്ഞ് ഇത് ചെയ്തിട്ട്, ഇത് വിധിയാണ്, തെളിവുകൾ കൊടുത്തിട്ടുള്ള വിധിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി ഉമ്മൻചാണ്ടിക്ക് പറയാൻ പറ്റത്തില്ല, തെളിവില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.
ശ്രീ MK കുരുവിള, ഒരു പക്ഷേ എല്ലാവർക്കും നേരത്തെ ജേക്കബ് ജോർജിനുണ്ടായ പോലെ തന്നെ സംശയം എല്ലാവർക്കും ഉണ്ട്. ഈ കേസിൽ സരിതാ നായർ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ കേസിന്റെ നാൾ വഴി എന്താണ്? താങ്കൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടത്? താങ്കൾ ഉമ്മൻചാണ്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ, അതോ വേറെ ആരെങ്കിലും വഴിയാണോ പൈസ കൊടുത്തത്? ഈ ഇത്തരം ഡീറ്റെയിൽസ് കൂടി പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി. അയ്യോ, സരിതാ നായരുമായിട്ട് എനിക്ക് യാതൊരു സംബന്ധവും ഇല്ല. അവരെ ഞാൻ കണ്ടിട്ടും ഇല്ല, സംസാരിച്ചിട്ടും ഇല്ല. അത് വേറെ സോളാറാണ്. ഇത് സോളാർ ടെക്നോളജി, സൗത്ത് കൊറിയയുടെ ടെക്നോളജി കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ അതിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ക്ലിയറൻസുകൾ മേടിച്ചു തരുന്നതിനും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സോളാർ സബ്സിഡി മേടിച്ചു തരുന്നതിനും പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെർമിഷൻ മേടിച്ചു തരുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ പൈസ മേടിച്ചത്. ഇത് ഒരു വലിയ സംരംഭമായിരുന്നു. 4000 കോടി രൂപ UK കൺസോർഷ്യമാണ് ഇതിനു വേണ്ടി ഫൈനാൻസ് ചെയ്യുന്നത്. അങ്ങനത്തെ വലിയ പ്രൊജക്റ്റായിരുന്നു. ഈ പ്രൊജക്ടിന്റെ ബേസ് വെച്ചിട്ടാണ് എനിക്ക് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 1000 മെഗാവാട്ടിന്റെ പവർ പ്രൊജക്ട് എനിക്ക് കിട്ടിയതാണ്. അതിന്റെ കോസ്റ്റ് 10,000 കോടി രൂപയാണ്. ഇറ്റ്സ് എ വാസ്റ്റ് പ്രൊജക്ട്. കേരളം മുഴുവനും 365 ദിവസവും 24 മണിക്കൂറും ഒരു മിനിറ്റ് പോലും പവർ കട്ടില്ലാതെ പവർ കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി കൊണ്ടുവരുന്ന സംരംഭമായിരുന്നു ഇത്. അതിലാണ് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ കസിനും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും എല്ലാവരും ചേർന്നിട്ട് കാശ് മേടിച്ചിട്ട് പറ്റിച്ചത്. ശ്രീ MK കുരുവിള, ഇതെങ്ങനെയാണ് താങ്കൾ ഈ ഇതുമായി ബന്ധപ്പെടുന്നത്? ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആവുന്നത്? ഈ സോസ, ഞാൻ മനസ്സിലാക്കുന്നത് സോസ ഇന്റർനാഷണൽ അല്ലേ? സോസ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റിന്റെ MD ആണെന്നും പറഞ്ഞിട്ട് ബിനു നായരാണ് ആദ്യം എന്നെ പരിചയപ്പെടുന്നത്. അത് അവിടുന്ന് പിന്നെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് കസിന് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആളിനെ. ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എനിക്ക് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡൽജിത്തിനെ ഇത് ചെയ്തു തരുന്നത്. അപ്പം ഈ ഹെവി എമൗണ്ടിന്റെ ഇത് വരുന്നത് കൊണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടേ പൈസ തരുള്ളൂ, മേജർ എമൗണ്ട് തരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചിട്ട് 2011 ഒക്ടോബർ 22 ഇവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിച്ച് അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇതെന്റെ കസിനാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഡീൽ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നോളാവുന്ന അഷുറൻസ് തന്നതിന് ശേഷമാണ് ഞാൻ മേജർ പാർട്ട് ഓഫ് ദി എമൗണ്ട് കൊടുത്തത്. താങ്കൾ 2012 ഒക്ടോബർ 11 ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടിയുമായി 40 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 45 മിനിറ്റ്. കാരണം ഈ പൈസയെല്ലാം മേടിച്ച് 1,35,000 രൂപ മേടിച്ചതിന് ശേഷം ഇവർ പറ്റിക്കുന്ന ഒരു സ്റ്റേജ് കണ്ണു കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ഞാൻ ക്ലിഫ് ഹൗസിൽ പോയിട്ട് 45 മിനിറ്റ് ഞങ്ങൾ ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. അപ്പോഴാണ് ഉമ്മൻചാണ്ടി ഈ പ്രൊജക്ട് എന്താണ് ഉമ്മൻചാണ്ടി വിചാരിച്ചുകൊണ്ടിരുന്ന ഈ വീടിന്റെ മുകളിലൊക്കെ വെക്കുന്ന ചെറിയ സോളാറാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഈ പ്രൊജക്ടിന്റെ കണ്ടു കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി ഇത് വലിയ പ്രൊജക്റ്റാണ്. അപ്പൊ ഉമ്മൻചാണ്ടി എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ചോദിച്ചു, എത്രേന്റെ ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. അപ്പൊ ഉമ്മൻചാണ്ടി ചോദിച്ചു, ഒരു 4-5 കോടി വരുമോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത് 4-5 കോടി അല്ല, 4,000 കോടി UK കൺസോർഷ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഉമ്മൻചാണ്ടി എൻ്റെ അടുത്ത് 25% തരികയാണെന്നോട് ഞാൻ എല്ലാ ക്ലിയറൻസും മേടിച്ച് ഇത് ചെയ്ത് തരാം, ഇല്ലെങ്കിൽ തരത്തില്ല എന്ന് പറഞ്ഞത്. ഈ 25% എത്ര രൂപയാണ്? 1000 കോടി രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്രണ്ട് ആയിട്ട് ഈ 1000 കോടിയൊന്നും തരാൻ പറ്റത്തില്ല. കാരണം 1000 കോടി എന്ന് പറഞ്ഞാൽ ഞാനല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് UK കൺസോർഷ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരോട് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർക്ക് 1000 കോടി വേണം. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞത് അവിടുത്തെ 3-4 അക്കൗണ്ട് നമ്പറുകൾ തരാം, ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവരോട് പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, 4000 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയോട് കേരളത്തിലെ ചീഫ് മിനിസ്റ്റർക്ക് 1000 കോടി അതിന്റെ കിക്ക് ബാക്ക് കൊടുക്കണം, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് ചെരുപ്പെടുത്ത് എന്റെ മുഖത്ത് തല്ലും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പ്രോഫിറ്റിന്റെ വല്ല 10-15% വേണമെങ്കിൽ എനിക്ക് കമ്പനിയായിട്ട് സംസാരിച്ച് ഇത് ചെയ്ത് തരാൻ പറ്റും, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി മാത്രം
40% കിട്ടും. അതായത് ഏകദേശം 1600 കോടി. നിങ്ങൾ തരുന്നത് വെറും 1000 കോടി മാത്രമല്ലേ ഉള്ളൂ. അത് തന്നുകൂടെ എന്ന് ചോദിച്ചു. ഇല്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അവിടുന്ന് തെന്നിപ്പിരിഞ്ഞ് പോരുന്നത്. ശ്രീ എം കെ കുരുവിള, ഒരു സംശയം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയിലേക്ക് എത്തപ്പെടുന്നത്? ഈ ആൻഡ്രൂസ് ആണോ ഉമ്മൻചാണ്ടിയിലേക്ക് എത്തപ്പെടുന്നത്? ഉമ്മൻചാണ്ടിയെ താങ്കൾ ഫോണിൽ വിളിച്ചപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ തന്നിരുന്നോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണോ താങ്കൾ ഈ പണം മുടക്കിയത്? അതെ, ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ്. ഉമ്മൻചാണ്ടിയെ ഡൽഹി കേരള ഹൗസിൽ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അവിടെ വെച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ മേജർ എമൗണ്ടുകൾ മുഴുവൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കോടതി വിധിയുടെ ഒരു സംക്ഷിപ്ത രൂപം പറയൂ, പുതുതായി വന്ന പ്രേക്ഷകരൊന്ന് അറിയാൻ വേണ്ടി. എന്തൊക്കെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള 4 പേർ താങ്കൾക്കായി ചെയ്തു തരണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്, കോടതി വിധിച്ചിട്ടുള്ളത്? ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത് 2015 മാർച്ച് 23 ഇവിടെ കേസ് ഫയൽ ചെയ്യുന്നത്. കേസിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് 1,61,00,000 രൂപയും ഈ എമൗണ്ട് റിക്കവറി ആകുന്നത് വരെ 18% പലിശയും എന്റെ കംപ്ലീറ്റ് കോടതി ഡെപ്പോസിറ്റും കോടതി ചെലവും അഡ്വക്കേറ്റ് ഫീസ് എല്ലാം കെട്ടിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. അവസാനം എല്ലാം കോടതി അലൗ ചെയ്തിട്ടുണ്ട്. 18% പലിശ എന്നുള്ളത് 12% ആക്കി. സോ എല്ലാം കൂടെ ചേർന്നിട്ട് ഏകദേശം ഒരു 2 കോടി 2,10,00,000 രൂപയോളം വരും. താങ്കൾ ഒന്ന് ദയവായി ലൈനിൽ തുടരണം. ഇപ്പോൾ ജേക്കബ് ജോർജ്, ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ ലൈനിലുണ്ടോ? ശ്രീ ജേക്കബ് ജോർജ് ഇല്ലാന്ന്. ശ്രീ എം കെ കുരുവിള, താങ്കളിലേക്ക് തന്നെ വരികയാണ്. ഈ എറണാകുളം ആസ്ഥാനമായുള്ള സോസ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ലിമിറ്റഡ്, സോസ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ലിമിറ്റഡ്, സോസ കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ ഇത്തരത്തിലുള്ള കമ്പനികൾ എങ്ങനെയാണ് താങ്കളിലേക്ക് ബന്ധം സ്ഥാപിക്കുന്നത്? ഞാൻ എറണാകുളത്ത് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയിട്ട് വേറൊരു ടീമുമായിട്ട് വേറൊരു ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ റിലയൻസ് ഹോട്ടലിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചോണ്ട്. എന്നിട്ട് ഞാൻ വെളിയിലേക്ക് ബില്ല് കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ ബിനു നായർ എന്ന് പറഞ്ഞ ആള് വന്നിട്ട് എന്നെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ സംരംഭം ഞാൻ ഈ കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യാനുള്ള ഇതിലായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, സോളാർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തത്. ഇത് എവിടുന്ന്? ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സോളാർ സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്യുന്ന സംവിധാനം അല്ലേ? അതെ, സൗത്ത് കൊറിയയിൽ നിന്ന്. വെറും ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതും ഈ പ്രൊജക്ടുകൾ മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ലൈസൻസാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. ശ്രീ എം കെ കുരുവിള, താങ്കൾ തുടരണം ദയവായി. ചർച്ചയ്ക്കായി നിരവധി പേർ നമ്മുടെ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ വരുന്നു. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവ വികാസമാണ് ശ്രീ എം കെ കുരുവിള പറഞ്ഞിട്ടുള്ളത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ആദ്യമായി ഒരു ശിക്ഷ കിട്ടുന്നു. അത് സരിതാ നായർ ഉൾപ്പെടാത്ത ഒരു കേസാണ്. സരിതാ നായർ ഇല്ലാത്തൊരു കേസിൽ കൂടി ഉമ്മൻചാണ്ടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ഈ കേസിൻ്റെ വിധി വന്നപ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഒരാളിൽ നിന്ന് ദക്ഷിണ കൊറിയയിൽ നിന്ന് സോളാർ സാങ്കേതികവിദ്യ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി നൽകുന്ന ഉറപ്പുകൾ പ്രകാരം, നേരിട്ടും അല്ലാതെയും നൽകുന്ന ഉറപ്പുകൾ പ്രകാരം 1,35,000 രൂപ നൽകുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രൊജക്റ്റുമായി ഉമ്മൻചാണ്ടിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് കാണുന്നു. ക്ലിഫ് ഹൗസിൽ വെച്ച് ഇത് വളരെ മെഗാ പ്രൊജക്റ്റാണെന്ന് ഉമ്മൻചാണ്ടി മനസ്സിലാക്കുന്നു. 4,000 കോടി രൂപയുടെ ഈ പ്രൊജക്റ്റിന് 40% സബ്സിഡി കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും താൻ വാങ്ങിത്തരാമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. അതിന് പ്രത്യുപകാരമായി ഈ പ്രൊജക്റ്റിൻ്റെ 25% കമ്മീഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ 25% കമ്മീഷൻ എന്ന് പറയുന്നത് 1,000 കോടി രൂപയാണ്. ഈ 1,000 കോടി രൂപ റൊക്കമായി കിട്ടണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതിൽ മാത്രമാണ് ഇങ്ങനെയൊരു കേസ് ഉടലെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസ് കോടതിയിൽ കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്നു. കോടതിയിൽ എം കെ കുരുവിള ഹർജി നൽകുന്നു. 2015 ഹർജി. അതിനുശേഷം വാദം നടക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാഗം വിസ്തരിക്കപ്പെടുന്നു, കുരുവിളയുടെ ഭാഗം വിസ്തരിക്കപ്പെടുന്നു. ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 2 കോടിയിൽ പരം രൂപ, 1,61,00,000 രൂപ ഒപ്പം പലിശയും കോടതി ഫീസ് അടക്കമുള്ള കാര്യങ്ങളും അടക്കം 2,10,00,000 രൂപയുടെ അടുത്ത സംഖ്യ ഉമ്മൻചാണ്ടി അടക്കമുള്ള 4 പേർ 60 ദിവസത്തിനുള്ളിൽ ബംഗളൂരു സെഷൻസ് കോടതിയിൽ കെട്ടിവെക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. അല്ല, ഇതിപ്പോ നമ്മൾ ഇതേ സംബന്ധിച്ച് കുരുവിള എന്ന ആളെയും അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളെ കുറിച്ചും നമുക്കറിയാം. അദ്ദേഹം തന്നെ പറഞ്ഞ അറിവേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് ആക്ഷേപമല്ല, മറിച്ച്
ഒരു നീതിന്യായ കോടതി, അത് അങ്ങേയറ്റം പ്രാഥമികമായിക്കൊള്ളട്ടെ, അവിടെ നടന്ന ഒരു കേസ് വിധിക്കപ്പെടുകയും ആ വിധിയുടെ ഭാഗമായി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഈ നിലയ്ക്ക് താങ്കൾ സൂചിപ്പിച്ച രീതിയിൽ 2 കോടി രൂപയോളം പണം കെട്ടിവെക്കണം, അല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരമായി നൽകണം എന്ന നിലയ്ക്ക് വിധിയും വന്നിരിക്കുന്നു എന്നതാണ്. ഇത് സത്യത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരും ഉമ്മൻചാണ്ടിയൊക്കെ ഇതിനെ സ്വീകരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് അറിയാം, ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അദ്ദേഹത്തോട് അടുത്തു നിന്നുള്ള പാർട്ടിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ അനധികൃതമോ അടിസ്ഥാനരഹിതമോ ആയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. പക്ഷേ ആ ആരോപണങ്ങളുടെ കുത്തൊഴുക്കിൽ അധികാരം നഷ്ടപ്പെടുകയാണ്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടിക്കെതിരെ ഈ ശ്രീധരൻ നായർ കൊടുത്ത കേസുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ സരിത തന്നെ മുന്നോട്ട് വന്ന് തെളിവുകൾ നൽകുന്നുണ്ട്. അത് ഒരു കമ്മീഷന് തന്നെ അവർ നൽകിക്കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹം ഒതുക്കി തീർക്കുകയായിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ അത് കഴിഞ്ഞില്ല. ഇവിടെ ശ്രീ രാജീവ്, എനിക്ക് മനസ്സിലാകാതെ പോകുന്ന കാര്യം, കേന്ദ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം 40% സബ്സിഡി വാങ്ങിത്തരാമെന്ന് പറയുകയും ആ സബ്സിഡി 1500 രൂപയാണ് എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുകയും അതുകൊണ്ട് 1000 കോടി രൂപ തരണം. അതെ, 1500 കോടിയിൽ 1600 കോടിയിൽ 1000 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. 4000 കോടിയുടെ പ്രോജക്റ്റ്. ശരി, ഞാൻ പറയുന്നത്, അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൂടി പ്രാതിനിധ്യം ഒന്നുകിൽ ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ നമുക്കറിയാം എനർജി മന്ത്രിയെ നമുക്കറിയാം, മലയാളിയാണ്. ഇനി അദ്ദേഹം എല്ലാം കൂടി ചേർന്നാണോ ഇതേ സംബന്ധിച്ച് ഇങ്ങനെ 1000 കോടി രൂപയുടെ കണക്ക് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് നമുക്കറിയില്ല. ഏതായാലും ഉമ്മൻചാണ്ടി അടക്കം 4 ആളുകളാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്നും അവർ വിചാരണ ചെയ്യപ്പെട്ടുവെന്നും ആ വിചാരണ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ബാംഗ്ലൂർ കോടതി ഇവർക്ക് ഇങ്ങനെ ശിക്ഷ വിധിച്ചത് എന്നും നമുക്കറിയാം. അതുകൊണ്ട് സത്യത്തിൽ ഇതുവരെ പറഞ്ഞു വന്നിരിക്കുന്ന എല്ലാ നുണകളും ഉമ്മൻചാണ്ടി സംശുദ്ധനായിരുന്നുവെന്നും ഇത് ജനങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ കെട്ടിച്ചമച്ച കഥകളായിരുന്നു എന്നും കേരളത്തിലെ സോളാർ കേസിന്റെ അഴിമതിയെ സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ പോലും, ഇപ്പോഴും വന്ന് തീർന്നിട്ടില്ല എങ്കിൽ പോലും, ബാംഗ്ലൂരിലെ ഈ വിധിന്യായം തെളിയിക്കുന്നു എന്നതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. ഒരു മുൻ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നു. 1,61,00,000 രൂപ രേഖാമൂലവും ഒപ്പം തന്നെ പലിശയും കോർട്ട് ഫീസും അടക്കം 2,10,00,000 രൂപ കൊടുക്കേണ്ട 4 പേരിൽ ഒരാളായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? സാധാരണഗതിയിൽ ഇതൊരു കീഴ്ക്കോടതി വിധിയാണ് രാജീവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ഇതിന്റെ മേൽക്കോടതിയിലേക്ക് സഞ്ചരിക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു അവസാന വിധിയൊന്നുമല്ല. പക്ഷേ കീഴ്ക്കോടതിയിലാണെങ്കിലും ഒരു കോടതി വിധിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോടതിയുടെ മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശിക്ഷ വിധിക്കപ്പെട്ട ആൾ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്തയാൾ എന്ന പ്രശംസനെ സാധ്യമാകൂ. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളൊന്നുമില്ലല്ലോ പൊതു രംഗത്ത് രാജിവെക്കാൻ. അത്തരമൊരു സാഹചര്യം MLA മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതൊക്കെ നിലവാരത്തിൽ ഇവിടെ നിന്നൊക്കെ മാറ്റി നിർത്തണം തുടങ്ങിയ കാര്യങ്ങൾ. രാഷ്ട്രീയമായി ഇപ്പോൾ AK ആന്റണിയും VM സുധീരനും ഒന്നിച്ചു നിന്ന് ഉമ്മൻചാണ്ടിയുടെ കാലം അഴിമതിയുടെ കാലമായിരുന്നു എന്നും ആ അർത്ഥത്തിൽ ചില കേസുകൾ അന്വേഷിക്കണമെന്ന് KPCC പ്രസിഡന്റ് തന്നെ കത്തെഴുതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിരിക്കുന്ന ഈ കോടതി വിധി ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചുകൂടായികയില്ല. അങ്ങനെ ബാധിക്കേണ്ടതാണ് എന്നതാണ് വ്യക്തിഗതമായ എന്റെ ഒരു അഭിപ്രായം. അത് അങ്ങനെ മാത്രമേ കോൺഗ്രസിന് അഴിമതി നഷ്ട യശസ് അത് വീണ്ടെടുക്കാൻ ഇനിയെങ്കിലും കഴിയൂ. അതുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ ഈ തമ്മിൽ പോര് ശക്തമാകാനാണ് ഈ വാർത്ത കൊണ്ട് സാധ്യമാകാൻ പോകുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു തുടരുക. ശ്രീ MK കുരുവിള, ഒപ്പം തന്നെ ഈ പൈസ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് താങ്കൾ എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടിയെ സമീപിച്ചിരുന്നതിന് ശേഷം, ഈ ക്ലിഫ് ഹൗസിലെ മീറ്റിംഗിന് ശേഷം? ഞാൻ അതിനുശേഷം
കേരള ഹൈക്കോടതി അതിനുശേഷം കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് ബിജു അലക്സാണ്ടറും പിന്നെ IG പത്മകുമാറും കൂടെ ചേർന്നിട്ട് അത് വൈറ്റ് വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ 2013 ഏപ്രിൽ 3 റിട്ട് ഫയൽ ചെയ്തു. അതായത് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞത് റിട്ട് ഫയൽ ചെയ്തു. ആ റിട്ട് ഫയൽ ചെയ്ത് ആ റിട്ടിന്റെ ഓരോ ഹിയറിംഗ് ഡേറ്റിലുമാണ് കോടതികൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പങ്ക് അന്വേഷിക്കുന്നില്ല, എന്തുകൊണ്ട് സോളാർ ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പം എനിക്കെതിരായിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് കേരള ഹൈക്കോടതിയിലെ DGP, അതായത് കോടതി അലൗ ചെയ്തു, ക്രൈംബ്രാഞ്ച് എൻക്വയറിക്ക് അലൗ ചെയ്തു. പക്ഷെ എനിക്ക് കേരളത്തിലെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഏജൻസിയിലും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ CBI എൻക്വയറി ചോദിച്ചു. ആ CBI എൻക്വയറി ചോദിക്കുന്ന സമയത്താണ് DGP വന്നിട്ട് ഹൈക്കോടതിയിൽ വന്നിട്ട് പറയുന്നത്, ഇതേമാതിരി ഞാൻ ADGP ഹേംചന്ദ്രനെ കൊണ്ട് എൻക്വയറി ചെയ്യിച്ച്, അതായത് ക്രൈംബ്രാഞ്ച് ADGP ആയിരുന്ന ഹേംചന്ദ്രനെ കൊണ്ട് എൻക്വയറി ചെയ്യിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യിച്ചു. ആ മാറ്റർ ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. താമസിക്കാതെ അതിന്റെ ഇപ്പം ചാർജ് ഷീറ്റ് ഫയൽ ആകുന്നുണ്ട് കേരളത്തില്. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല, അത് ക്രിമിനൽ കേസ് വേറെ അതിപ്പം വരുന്നുണ്ട്. ഇതിപ്പം താമസിയാതെ വിതിൻ നോ ടൈം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും അതിലെ പ്രതികളാണ്. ഇല്ല, കട്ട് ചെയ്യുന്നില്ല. തീർച്ചയായും ഇത് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. പിന്നെ ഈ ക്രിമിനൽ കേസിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കാശ് കിട്ടൂല. അതുകൊണ്ടാണ് ഇവര് അന്നേരം ഒരു പ്ലാൻ ചെയ്തിരുന്നു, ആരെങ്കിലും ഒരാളുടെ പേരിൽ കുറ്റം കെട്ടിവെച്ചിട്ട് അയാളെ ജയിലിൽ വിടാനും എനിക്ക് 5 പൈസ തരാതിരിക്കാനും വേണ്ടി. അതുകൊണ്ട് ഞാൻ ലോയർ നോട്ടീസ് അയച്ച് എനിക്ക് എമൗണ്ടും വിത്ത് ഇൻട്രസ്റ്റ് കെട്ടിത്തരാനും വേണ്ടി ലോയർ നോട്ടീസ് അയക്കുകയും അതിന് റിപ്ലൈ വരാതിരുന്നപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ റിക്കവറി സൂട്ട് ഫയൽ ചെയ്തതിൻ്റെയാണ് ഇപ്പം വന്നിരിക്കുന്ന ഓർഡർ. തെളിവുകൾ ഞാൻ ബാംഗ്ലൂർ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. കാരണം ഉമ്മൻചാണ്ടി പറയുന്നത് തെളിവില്ലെന്നല്ല പറയുന്നത്. 22 ലക്ഷം രൂപയെ കൂടുതൽ ഞാൻ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അത് തെളിവില്ലെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഈവൻ സോളാർ കമ്മീഷനിൽ ഞാൻ പോയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഞാൻ എവിഡൻസ് കൊടുത്തിട്ടുണ്ട്, എന്നെ 6 ലോയർമാർ ക്രോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ തെളിവുകളും സോളാർ കമ്മീഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈവൻ സോളാർ കമ്മീഷനും പറയുന്നത് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനിലൊക്കെ സാധാരണ ക്യാഷ് ട്രാൻസാക്ഷൻ, പക്ഷേ താങ്കള് 22 ലക്ഷം രൂപ കൂടുതൽ ബാങ്ക് അക്കൗണ്ടിൽ മുഖാന്തരം ട്രാൻസ്ഫർ ചെയ്തിട്ടും ഇവർ തെളിവില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? തെളിവുണ്ടെന്നുള്ളത് ക്ലിയർ അല്ല. ഞാൻ ഈവൻ സോളാർ കമ്മീഷൻ വരെ പറയുന്നത്. ഇവർ പറയുന്നത് തെളിവില്ല. ഈവൻ ബാങ്കിലേക്ക് പൈസ മേടിച്ചത് വരെ തെളിവില്ലെന്നാണ് പറയണേ. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പൈസ മേടിച്ചിരിക്കുന്നത്. തീർച്ചയായും. ഈ ദക്ഷിണ കൊറിയൻ കമ്പനിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിരുന്നോ? ഞാൻ അത് കഴിഞ്ഞിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ലൈസൻസ് ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ കസിന്റെ പേരിലാണ്, ഇന്ത്യയിലേക്കുള്ള ഒരു ലൈസൻസ്. കാരണം ലോകത്തിലുള്ള എല്ലാ സോളാർ കമ്പനികളുടെയും ഇന്ത്യയിൽ അതിന്റെ ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് ഉമ്മൻചാണ്ടിയുടെ ഓരോ റിലേറ്റീവ്സിന്റെയും പേരിലാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. ഈ സോളാർ എന്ന് പറയുന്നത് ഇതൊരു ചെറിയ ഒരു തട്ടിപ്പ് സംഭവമല്ല. ഏറ്റവും ചെറിയത് 50,000 കോടിയുടെയെങ്കിലും തട്ടിപ്പ് നടത്തിയൊരു സംഭവം ഇത്. അതിനുള്ള തെളിവുകൾ ഞാൻ വേണേൽ കൊടുക്കാം. അതെ, ഇനി ഇത് എങ്ങനെയാണ് താങ്കൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും നമുക്കറിയാം ഉമ്മൻചാണ്ടി അടുത്ത സ്റ്റേജിലേക്ക് പോകും, മേൽക്കോടതിയിൽ പോയി ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകൾ നോക്കും. എനിക്ക് കോടതിയിൽ നല്ല വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവരെല്ലാവരും കൂടെ എന്നെ പറ്റിച്ചിട്ടും പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടും ഒന്നും ചെയ്യാതെ വന്നതിനാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഞാൻ റിട്ട് ഫയൽ ചെയ്യുന്നത്. കാരണം എനിക്ക് കോടതിയിലുള്ള വിശ്വാസം അങ്ങനെയാണ്. എനിക്ക് അത്ര വിശ്വാസമാണ് കോടതിയിൽ. ഏത് രീതിയിൽ പറ്റിച്ചു കഴിഞ്ഞാലും കോടതി എന്നെ പറ്റിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. കേരള ഹൈക്കോടതിയിൽ ഇപ്പം അതും ഇപ്പം ചാർജ് ഷീറ്റ് ആകുന്നുണ്ട്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഞാൻ കഷ്ടപ്പെട്ട കാശാണ്. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇവർക്കൊക്കെ വളരെ അത്ര ഈസി ആയിട്ട് പറ്റിച്ചങ്ങോട്ട് ഇവർക്കൊക്കെ പറ്റിച്ച് തിന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ. പക്ഷേ എന്ന് കരുതി എല്ലാവരും ഇവർക്കെതിരായിട്ട് വെറുതെ മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ പോലെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ
അങ്ങനെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി കൊടുത്തവരെല്ലാവരും ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങും. അതിന് യാതൊരു സംശയമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈവൻ സരിതാ സോളാർ സ്കാം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത ആളാണ് ഞാൻ. അതൊക്കെ കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞിട്ടാണ് സരിതാ സോളാറിന്റെ സ്കാം വെളി വരുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കഷ്ടപ്പെട്ട കാശാണെങ്കിൽ ഞാനത് വിട്ടുകൊടുക്കൂല. അത് ഞാൻ മേടിച്ചിരിക്കും ഇവരിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുള്ളത് തീർച്ചയാണ്. അതിന് അവര് കോടതി ഒരാൾക്ക് മാത്രമുള്ളതല്ല. അവർ പിന്നെ ഇപ്പം അപ്പീൽ പോയി കഴിഞ്ഞാൽ ഞാനും പോകും. എനിക്ക് നിവൃത്തിയില്ല. എനിക്കെന്റെ കാശ് കിട്ടിയല്ലേ പറ്റത്തുള്ളൂ. എനിക്കെന്റെ കാശ് റിക്കവർ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ പോകും. യാതൊരു സംശയവുമില്ല. ശ്രീ എം കെ കുരുവിള, അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൗസിൽ വെച്ച് താങ്കൾ ഉമ്മൻചാണ്ടിയെ കാണുന്നു. അതിനുശേഷം ഈ ഡീല് നടക്കാതെ ആയ ഒരു പശ്ചാത്തലത്തിൽ താങ്കളെ എന്തൊക്കെ തരത്തിലാണ് ദ്രോഹിച്ചിട്ടുള്ളത്? ഈ ക്ലിഫ് ഹൗസിൽ പോകുന്നതിന് മുമ്പ് ഡൽഹിയില് കേരള ഹൗസിൽ വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയെ കണ്ട് ഉമ്മൻചാണ്ടിയുടെ കസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. അത് 2011 ഒക്ടോബർ 22 അതിനുശേഷമാണ് മേജർ ഫണ്ടുകൾ കൊടുക്കുന്നത്. 2012 മാർച്ച് 25 ശേഷമാണ് ഇത് ഒരു പറ്റിക്കലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എന്നിട്ടും ഞാൻ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ 2012 ഒക്ടോബർ 11 ഉമ്മൻചാണ്ടിയെ വീണ്ടും ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി കാണുന്നതും 45 മിനിറ്റ് ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. ഇവരിത് തട്ടിക്കൊണ്ടിരുന്ന കാരണം ഇത് വലിയ പ്രൊജക്റ്റാന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഈ 1 കോടി അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഇത് ഏത് വലിയ പ്രൊജക്റ്റാന്ന് പറയാം. കാരണം ദിസ് ഈസ് പാരലൽ ടു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയാം. പാരലൽ. അതുകൊണ്ടാണല്ലോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒക്കെ പെർമിഷൻ. ഈവൻ ഡൽഹിയില് 2011 ഒക്ടോബർ 22 ഈവൻ ആര്യാട് മുഹമ്മദ് വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ കേരള ഹൗസില് ഇതിന്റെ ഡിസ്കഷന് വേണ്ടി. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു ഈവൻ ആര്യാടിന് കൂടി ഉണ്ട്, ആര്യാടുമായിട്ട് സംസാരിച്ചു, നിങ്ങളുടെ പ്രൊജക്ട് ത്രൂ ആണ്, ഇതെന്റെ ഫസ്റ്റ് കസനാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഡീൽ ചെയ്തോ, അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി ഇത് ചെയ്യുന്നത്. എന്നെ പറ്റിക്കുകയാണ് ലാസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവസാനം ഉമ്മൻചാണ്ടിയെ ക്ലിഫ് ഹൗസിൽ പോയി കാണുന്നത്. ഈ 45 മിനിറ്റ് അപ്പോഴാണ് ഈ പ്രൊജക്ടിന്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കുന്നതും അതനുസരിച്ചുള്ള 25% ചോദിക്കുന്നതും 1000 കോടി ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നതൊക്കെ. ഈ 1000 കോടി ട്രാൻസ്ഫർ ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം അത് UK കൺസോർഷ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെ, ഈ പൈസ ഒരു ചളിപ്പുമില്ലാതെ നേരിട്ട് ചോദിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി ആയിരുന്നു അന്ന്. അതെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. 2012 ഒക്ടോബറിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അല്ലേ? അതെ. ആ സമയത്തല്ലേ ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ആ സമയത്താണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീ എം കെ കുരുവിള, അതങ്ങനെ ഡയറക്റ്റായി ചോദിക്കുകയായിരുന്നു, എനിക്ക് പണം വേണം, കമ്മീഷൻ വേണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് ചോദിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു അത് ആ സന്ദർഭം? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം ക്ലോസ് ഡോർ മീറ്റിംഗ് ആണ്. അപ്പോഴാണ് സംസാരിക്കുന്നതും ചോദിക്കുന്നതും. അതിനുശേഷം പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആലോചിച്ചിട്ട് പറയാനും പറഞ്ഞിട്ട് 2 ഗൺമാന്മാരുടെ നമ്പറുകൾ തന്നു എനിക്ക്. ഡേയിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പറും നൈറ്റ് 9 മണിക്ക് ശേഷം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു നമ്പറും തന്നു. അത് കഴിഞ്ഞ് ഡേയിൽ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നൈറ്റിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയുമ്പോൾ നൈറ്റിൽ 9 മണി കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യുമ്പം സലീം രാജിന്റെ നമ്പറായിരുന്നു അത്. സലീം രാജ് എടുത്തിട്ട് കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൾക്കാണ് കൊടുത്തോണ്ടിരുന്നേ. ഉമ്മൻചാണ്ടിയുടെ മകള് പറഞ്ഞു, ഡാഡി എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളുടെ ഡാഡി ആയിട്ടാണ് ഡീല്, എനിക്ക് ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എല്ലാ കാര്യവും ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ ഡാഡി പറഞ്ഞത് 25% വേണ്ട 20% തന്നാൽ മതി, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡീല് നടത്തി തരാമെന്ന്. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ അവസാനം കംപ്ലൈന്റ് കൊടുക്കുന്നത്. ശ്രീ എം കെ കുരുവിള, ഒപ്പം തന്നെ അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് കുടുംബം മുഴുവൻ ഈ ഇടപാടിൽ ഇടപെട്ടിരുന്നു എന്നാണ്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ക്രൈംബ്രാഞ്ച് എന്നെ ഇപ്രാവശ്യം വിളിപ്പിച്ചിട്ട് അവര് പറഞ്ഞു നുണപരിശോധനയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, പ്രൊവൈഡഡ് ഉമ്മൻചാണ്ടിയുടെ മകൻ, ഉമ്മൻചാണ്ടിയുടെ മകള്, 2 ഗൺമാന്മാര്, ഇത്രയും പേരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കുകയാണെങ്കിൽ
ഞാനും നുണപരിശോധനയ്ക്ക് തയ്യാറാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവരെ ആ ഫാമിലിയെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഫാമിലിയെ വിട്ടു കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം ആ ഫാമിലിയെയും കൂടെ നുണപരിശോധനയ്ക്ക് വിധേയനായി കഴിഞ്ഞാൽ കേസ് തെളിയാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു, തെളിയുള്ളെന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞ് എന്റെ അടുത്ത് ക്രൈംബ്രാഞ്ചിന്റെ DYSP പറഞ്ഞത്, ഇല്ല, നിങ്ങൾ എന്താണ് ഉമ്മൻചാണ്ടിയനെയും മകനെയും മകളെയും ഗൺമാന്മാരെയും എന്തിനാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് ഇത്ര ഇൻസിസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി കഴിഞ്ഞാല് കേസ് തെളിഞ്ഞു, 100% തെളിഞ്ഞു, പിന്നെ എന്റെ നുണപരിശോധനയുടെ ആവശ്യം പോലും വരത്തില്ലെന്നാണ് പറഞ്ഞത് ഞാൻ. അതുപോലെ തന്നെ ശ്രീ MK കുരുവിള, ഇതിന് ശേഷം ഈ കേസ് തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ താങ്കളെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നോ? കേസിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അന്ന് ഉന്നയിച്ചിരുന്നോ? സ്വാധീനിക്കുകയല്ല ചെയ്തേ, എന്നെ കണ്ടമാനം ത്രട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതെങ്ങനെയായിരുന്നു? അത് ഈവൻ ദുബായിലുള്ള രവി പൂജാരി എന്ന് പറഞ്ഞ അണ്ടർവേൾഡ് ഡോണിനെ കൊണ്ട് വരെ എന്നെ കണ്ടമാനം ത്രട്ട് ചെയ്യിച്ചു, കൊന്നുകളയൊന്നും വേണ്ട. അതായത് MK കുരുവിള, അതിൽ ഞാനൊരു കാര്യം കൂടി കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ രവി പൂജാരി എന്ന് പറയുന്ന ആൾ താങ്കളെ തട്ട് ചെയ്തിരുന്നു. അതെ. അതെങ്ങനെയായിരുന്നു? അത് ഫോണിൽ വിളിച്ചിട്ടാണ് ത്രട്ട് ചെയ്തത്. എങ്ങനെയായിരുന്നു? ഡോൺ രവി പൂജാരിയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നോ? വേറൊരാളുടെ ഫോണിൽ കൂടെ കോൺഫറൻസ് കോളായിട്ട് വന്നാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ഇയാള് രവി പൂജാരിയാണ്, അതായത് ഈ മിഡിലിൽ നിന്ന ആള് എനിക്കറിയില്ല. എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഇത് കേസുകളൊക്കെ വിഡ്രോ ചെയ്ത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരിടാൻ തയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ശരി, വേറൊരാൾ ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കും, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരാള് ഹിന്ദിയില് മേം പൂജാരി ബാത് കർത്താ ഹൂം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കോൺസാ ദേവസ്ഥാൻ കാ പൂജാരി ഹേ തും എന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞ സാല തും ക്യാ സോച്ചാ മേ അണ്ടർവേൾഡ് ഡോൺ രവി പൂജാരി ഹേ ദുബായ് സെ ബാത് കർത്താ എന്ന്. അപ്പോഴാണ് എനിക്കതിന്റെ വ്യാപ്തി മനസ്സിലായത്. ഞാൻ കംപ്ലൈന്റ് കൊടുത്ത് 2ാമത്തെ ദിവസമാണ് എനിക്ക് ഈ ത്രെട്ട് കോളുകൾ വരുന്നത്. അന്ന് അയാൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കസിനും കുടുംബവും എല്ലാം എന്റെ വളരെ ദോസ്തുകളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട പരിചയക്കാരാണ്. അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ വിഡ്രോ ചെയ്തില്ലെങ്കിൽ എന്നെ കൊന്നുകളയെന്നും പറഞ്ഞിട്ടാണ്, എന്നെ എന്റെ ഫാമിലിയും കൊന്നുകളയെന്നും പറഞ്ഞിട്ടായിരുന്നു എനിക്കൊരു ത്രെട്ട്. അതും പ്രകാരം ഞാൻ ആ ത്രെട്ട് വീണ്ടും ത്രെട്ട് വന്നു കഴിഞ്ഞപ്പം ബാംഗ്ലൂരിലെ DCPക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ 1-2 പേരെ അറസ്റ്റ് ചെയ്ത്, ഈവൻ ബിനുവിനെ വരെ അറസ്റ്റ് ചെയ്തായിരുന്നു. ബാംഗ്ലൂരത്തെ കോടതിയിലെ കേസിൽ പ്രതിയാണ് ബിനു അതിലും. പിന്നെ എന്റെ വീട് സഹിതം കംപ്ലീറ്റ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ, ഫുൾ ഫാമിലിക്കും എന്റെ വീടിന് വരെ പോലീസ് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോലീസ്. അങ്ങനത്തെ ത്രെട്ടുകൾ വന്നതാണ് എനിക്ക്. ശ്രീ MK കുരുവിള, ഞാൻ ഇപ്പോൾ രവി പൂജാരിയുടെ പേര് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. കാരണം ഇന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഒരു രവി പൂജാരിയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ത്രെട്ട് ചെയ്തു, കൊന്നുകളയുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇന്നൊരു പരാതി നൽകിയിട്ടുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ത്രെട്ട് രവി പൂജാരി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉമ്മൻചാണ്ടി ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനല്ല നമ്മൾ കാണുന്ന ഉമ്മൻചാണ്ടി സാധാരണക്കാരനാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം വേറെ ഏതെങ്കിലും ഡീലിനെ കുറിച്ച് താങ്കളോട് സംസാരിച്ചിരുന്നോ? വേറെ പല ഡീലുകളും ഉണ്ടല്ലോ. താങ്കളുമായി എന്തെങ്കിലും ഡീലിന് വേറെ ശ്രമിച്ചിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ അമേരിക്കയിലുള്ള കമ്പനിയുടെ 2-3 കോൺട്രാക്ടിന്റെ എഗ്രിമെന്റ് ഹോൾഡറാണ് ഞാന്. അതെന്തൊക്കെയാണെന്ന് വിശദമാക്കൂ. സ്റ്റാർ ഫ്ലൈക്ക് എന്നുള്ള കമ്പനി ഉമ്മൻചാണ്ടിയുടെ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? എല്ലാം എനിക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. ഓക്കെ, താങ്കൾക്ക് പറയാൻ പറ്റുന്നത് മാത്രം പറഞ്ഞാൽ മതി. അത് ഞാൻ പറഞ്ഞില്ലേ, അതിൽ പല എഗ്രിമെന്റുകളും അവരുമായിട്ട്. പക്ഷെ അത് ഉമ്മൻചാണ്ടിയുടെ കമ്പനിയാണെന്ന് ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ അറിയുന്നത്. അതുവരെ എനിക്കത് അറിയില്ലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കമ്പനിയാണെന്നുള്ളത്. അത് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഉമ്മൻചാണ്ടിയുടെ വേറൊരു ഫസ്റ്റ് കസിനാണ്. താജൻ വർഗീസും
പിന്നെ ഒരു ജോയി ചാക്കോയും, സാജൻ വർഗീസ് അതിന്റെ സിഇഒയും, ജോയി ചാക്കോ അതിന്റെ ഡയറക്ടറും. ഓക്കെ. അപ്പോൾ താങ്കൾക്ക് പിന്നെ ഈ കമ്പനികളുമായി താങ്കൾക്ക് എന്തെങ്കിലും ഇടപാടുകൾ പിന്നീട് വന്നിരുന്നോ? ഇല്ലല്ല, പിന്നെ ഞാൻ ചെയ്യാൻ തയ്യാറല്ല. കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ അതിലേക്ക് ചാടുന്നത്? ഓൾറെഡി എന്നെ പറ്റിച്ചിട്ടിരിക്കുന്ന എന്നെ വീണ്ടും ഞാൻ അറിഞ്ഞുകൊണ്ട് വന്ന് പോയി വീണ്ടും ചാടാൻ പറ്റത്തില്ലല്ലോ. താങ്കളെ പോലീസിനെ കൊണ്ട് ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നോ? പോലീസിനെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കെതിരായിട്ട് ഉമ്മൻചാണ്ടി 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് എനിക്കെതിരായിട്ട് 25 ക്രിമിനൽ കേസുകൾ ഡിസൈൻ ചെയ്തത്. എല്ലാം കള്ളക്കേസുകൾ. ഓരോരുത്തർക്കും കാശ് കൊടുത്തിട്ടാണ് എനിക്കെതിരായിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കിച്ചത്. അവര് തന്നെ ഈവൻ പോലീസ് സ്റ്റേഷനിലും ഈവൻ ഇവിടെ വരെ, അതായത് ജയിലിൽ വരെ എന്നെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇതേമാതിരി ഞങ്ങൾക്ക് കാശ് തന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ താങ്കൾക്കെതിരായിട്ട് ഈ കള്ള കംപ്ലൈന്റ് കൊടുക്കാൻ കാരണം എന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇതും അല്ലെന്നൊരില് പുതുക്കാട് അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഉണ്ണികൃഷ്ണന് എല്ലാ വിവരവും അറിയാം. പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ എനിക്കെതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്ത അയാളും പിന്നെ തൃശ്ശൂരത്തെ അഡ്വക്കേറ്റ് വാസവനും കൂടെ വന്നിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണന്റെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നോട് പറയുന്നത്, ഞങ്ങൾക്ക് കാശ് തരാമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കള്ളക്കേസ് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞങ്ങൾ ഈ കള്ളക്കേസ് കൊടുക്കാൻ തയ്യാറാവില്ലായിരുന്നു എന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ പോലീസിനെ കൊണ്ടും അതുപോലെ തന്നെ അധികാരം കൊണ്ടും താങ്കളെ ദ്രോഹിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും 100%. കാരണം ഞാൻ ചോദിക്കട്ടെ, എനിക്കെതിരായിട്ടുള്ള 2 കംപ്ലൈന്റിൽ കൊടുത്തിരിക്കുന്നത് എന്റെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് 2011 ജനുവരിയിൽ ഞാൻ ഈ 2 പേരെയും വിളിച്ച് ഏതോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് അവർ കൊടുത്തിരിക്കുന്ന അവർ 2 പേരും ആ മൊബൈൽ നമ്പറുകൾ മാറ്റിയിട്ട് വേറെ നമ്പർ യൂസ് ചെയ്യുന്നു. പക്ഷേ 2011 ജനുവരിയിൽ ഞാൻ വിളിച്ചു എന്ന് പറയുന്ന ഈ മൊബൈൽ നമ്പർ കണക്ഷൻ ഞാൻ 2012 എടുത്തതാണ്. 2012 എടുത്തൊരു മൊബൈൽ കണക്ഷൻ എനിക്ക് 2011 ജനുവരിയിൽ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? തീർച്ചയായും. ഇതിലും വലിയ ഒരു കള്ളക്കേസാണെന്ന് ഇതിലും വലിയ പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ എന്താ പറയണമെന്ന് അറിയാമോ? ഇത് ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ, മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷന് കംപ്ലൈന്റ് വരും, നിങ്ങളെ അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിൽ വിടുക, വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ മേടിക്കുക, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, വീണ്ടും ജയിലിലേക്ക് വിടുക. ബാക്കിയുള്ളത് കോടതിയും പബ്ലിക് പ്രോസിക്യൂട്ടറും നോക്കിക്കോളും. നിങ്ങൾ നിരപരാധിയെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ കോടതിയിൽ തെളിയിച്ചോളാനാണ് പറയുന്നത്. ശ്രീ എം കെ കുരുവിള തുടരുക. ഇപ്പോൾ ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ആദ്യം തന്നെ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരട്ടെ. അത് രവി പൂജാരി എന്നൊരാൾ എം കെ കുരുവിളയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയെന്ന് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് തുറന്നു പറയുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത്തരത്തിലുള്ളൊരു പരാതി സർക്കാർ നൽകിയിട്ടുമുണ്ട്. അത് ഒരു വശത്ത് നിൽക്കട്ടെ. ഇപ്പോൾ ഉമ്മൻചാണ്ടി ആദ്യമായി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട്. അത് ഒരു നഷ്ടപരിഹാര കേസാണ്. നഷ്ടപരിഹാരം കെട്ടിവെക്കാൻ വേണ്ടി കോടതി, മുംബൈ സെഷൻസ് കോടതി, ബംഗളൂരു സെഷൻസ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? സത്യത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. ശരി. ഈ കുരുവള ഫണ്ടിങ്ങിനെ ഈ കേസിൽ ആർക്കോ കാശ് കൊടുത്തു എന്ന് പറഞ്ഞൊരു പരാതി കേട്ടിട്ടുണ്ട്. ഇത് എക്സ്പാർട്ടി ആയിട്ട് വിധിച്ചതാണോ? ഇത് ബാംഗ്ലൂർ സിറ്റിയിലെ സിവിൽ കോടതി ഏതോ മുനിസിപ്പാണ്, എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇത് കൃത്യമായ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു മിനിറ്റ് ഒന്ന് നിന്നാൽ ഞാൻ അത് കേൾപ്പിച്ച. ശ്രീ കുരുവിള, ഏത് കോടതി, ശിക്ഷാവിധി എന്തായിരുന്നു? ഒരിക്കൽ കൂടി പറഞ്ഞാൽ ഒരുപക്ഷെ ജോസഫ് വാഴക്കന് മനസ്സിലാക്കാം. അത് കാരണം അദ്ദേഹം TV കണ്ടിട്ടുണ്ടാവില്ല. ബാംഗ്ലൂരിലെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യുന്ന, റിക്കവറി സൂട്ട് ഫയൽ ചെയ്യുന്നത് 2015 മാർച്ച് 23 അത് ഇന്ന് വിധിയായി. ഉമ്മൻചാണ്ടിയും ബാക്കി 3, അതായത് ഉമ്മൻചാണ്ടിയുടെ കസിൻ ആൻഡ്രൂസും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡെലിജിത്തും ബിനു നായരും കൂടെ ചേർന്നിട്ട് ഞാൻ ഫയൽ ചെയ്ത് 1,60,00,000 രൂപ. ആ 1,60,00,000 ശ്രീ ജോസഫ് വാഴക്കൻ, ഹലോ, താങ്കൾക്ക് കേൾക്കുന്നില്ലേ? ഹലോ ശ്രീ ജോസഫ് വാഴക്കൻ, ഹലോ, കേൾക്കുന്നില്ലേ? ജോസഫ് വാഴക്കനെ നമുക്ക് ഉടനെ തന്നെ ലഭ്യമാക്കാൻ തരും. ശ്രീ കുരുവിള തുടർന്നോളൂ. അങ്ങനെയാണ് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ 1,61,00,000 രൂപയും
ഞാൻ കേസ് ഫയൽ ചെയ്ത അന്ന് മുതൽ ഈ കംപ്ലീറ്റ് പൈസ റിക്കവറി ആകുന്നത് വരെ 12% പലിശയും കംപ്ലീറ്റ് കോടതി ചെലവും 60 ദിവസത്തിനുള്ളിൽ കെട്ടിവെക്കാനും പറഞ്ഞിട്ടാണ് കോടതി വിധിയാണിത്. അല്ലാതെ കൊണ്ട് ഇത് ഒരു ഇന്ററിം ഓർഡർ ആയിട്ടല്ല, ഇത് ഫൈനൽ ജഡ്ജ്മെന്റ് ആണിത്. തീർച്ചയായും ഈ കേസിൽ ഇനി അതായത് 60 ദിവസത്തിനുള്ളിൽ ഈ പൈസ പണം കോടതിയിൽ കെട്ടിവെക്കണം. അതെ. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പൈസ കെട്ടിവെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്ര തന്നെ. ഓക്കെ. അതുപോലെ അതുകൂടാണ്ട് കേരളത്തിലെ ക്രിമിനൽ കേസ് ഉണ്ടല്ലോ, അതിപ്പോ എനിവേ ചാർജ് ഷീറ്റ് ആകും. ഞാനത് നടത്തും. ഇവരെ വെറും ഈ പൈസ കൊണ്ട് മാത്രം തീർക്കല്ല ഞാൻ, ഇവരെ ശിക്ഷിപ്പിക്കണം എന്നുള്ളത് 100% തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ശ്രീ എം കെ ഗുരുവിള, ഒന്ന് തുടരുക. ഇപ്പോൾ തന്നെ താങ്കളിലേക്ക് വരാൻ ശ്രീ ജോസഫ് വാഴക്കൻ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ഉമ്മൻചാണ്ടി അടക്കമുള്ള 4 പേർക്കെതിരെ ബംഗളൂരു സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. 1,61,00,000 രൂപയും ഒപ്പം തന്നെ 12% പലിശയും കോർട്ട് ഫീസ് അടക്കമുള്ള കാര്യങ്ങളും ശ്രീ എം കെ ഗുരുവിളയ്ക്ക് നൽകാൻ വേണ്ടി വിധിച്ചിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം എന്ത്? ഈ കുരുവിള പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഫോണ് കട്ടായി പോയിരുന്നു, എനിക്ക് ഫുള്ള് കേട്ടില്ല. എങ്കിലും സിവിൽ കോടതിയുടെ ഏതോ വിധിയാണെന്ന് തോന്നുന്നത്. എക്സ് പാർട്ടി വിധിയാണോ, ഇതിനകത്ത് വിചാരണ വല്ലതും നടന്നതാണോ, തെളിവെടുപ്പ് വല്ലതും നടന്നതാണോ? വിചാരണയും തെളിവെടുപ്പും നടന്നതാണ്. 23/3/2015 കുരുവിള നൽകിയ കേസാണ്. ആ കേസിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള 4 പേരാണ് പ്രതികൾ. 1 ഉമ്മൻചാണ്ടി, 2 ഫസ്റ്റ് കസിൻ ആൻഡ്രൂസ്, പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന ബെൽജിത്ത്, പിന്നെ ബിനു നായർ എന്ന് പറയുന്ന 4ാമത്തെ ആൾ. ഇങ്ങനെ ഈ 4 പേർക്കെതിരെ ബംഗളൂരു വ്യവസായി എം കെ കുരുവിള നൽകിയ കേസാണ്. 1,35,00,000 രൂപ ഇവർക്ക് നൽകുകയും ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് അടക്കം കണ്ടിട്ടുണ്ട്, ഒപ്പം കേരള ഹൗസിൽ വെച്ചും കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഉറപ്പ് പറഞ്ഞു. ഇതിൽ വേറൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സോളാർ ടെക്നോളജി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ലിയറൻസും സബ്സിഡിയും ലഭ്യമാക്കി തരാം. 4,000 കോടി രൂപയുടെ പദ്ധതിയിൽ 25% കമ്മീഷൻ തനിക്ക് നൽകണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. അതായത് 25% നൽകണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. അതായത് 1,000 കോടി രൂപ. ഈ ആവശ്യത്തിന്റെ മുകളിലാണ് പിന്നീട് ഡീൽ നടക്കാതാവുകയും ഈ കുരുവിളയിൽ നിന്ന് മേടിച്ച 1,35,00,000 രൂപ തിരിച്ചു കൊടുക്കാതാവുകയും ചെയ്യുന്നത്. കുരുവിള കോടതിയെ സമീപിക്കുന്നു. കുരുവിളയെ അധികാരം ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി ഉപദ്രവിച്ചു എന്ന് കുരുവിള പറയുന്നതും ഇപ്പോൾ വിധിയായി മാറുന്നു. ജോസഫ് വാഴക്കൻ. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാതെ കാര്യം മനസ്സിലാക്കാതെ എനിക്ക് മറുപടി പറയാനാവില്ല. ഇതത്ര ഗൗരവമായി ഒരിക്കലും കേരള സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഈ കുരുവിളയുടെ ഒരു പരാതി പണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്നുള്ളതല്ലാതെ ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുമില്ല. ഞാനിതെന്താണ്, ഇത് എക്സ് പാർട്ടി വിധിയാണോ, ഇതിനകത്ത് കാര്യങ്ങൾ വല്ലതും ഉള്ളതാണോ, ഇത് ആരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, ഇത് സിവിൽ കോടതിയുടെ വിധിയാണ്. അത് പല രൂപത്തിൽ വരാറുണ്ട്. പലപ്പോഴും എക്സ് പാർട്ടിയായിട്ട് വിധിക്കും, ഇവര് ഹാജരാകാതെ വരുമായിരിക്കും, ഒരുപക്ഷെ അഡ്വക്കേറ്റ് ഹാജരായിട്ടുണ്ടാവില്ല. ഇതൊക്കെ പല കാര്യങ്ങളും സംഭവിക്കാം. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മെറിറ്റിലേക്ക് കടന്നിപ്പോൾ സംസാരിക്കാനാവില്ല. ശ്രീ ജോസഫ് വാഴക്കന്റെ ചോദ്യം. ഇപ്പൊ എക്സ് പാർട്ടി വിധിയാണ്. ആദ്യം എക്സ് പാർട്ടി വന്നപ്പോ ഉമ്മൻചാണ്ടി വക്കാലത്ത് ഫയൽ ചെയ്ത് എക്സ് പാർട്ടി സെറ്റിസൈഡ് ചെയ്യിച്ചതാണ്, വിഡ്രോ ചെയ്യിച്ചതാണ്. അതായത് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഈ MLA ഇലക്ഷന് നോമിനേഷൻ ഫയൽ ചെയ്ത അന്നാണ് ഇവിടെ ഉമ്മൻചാണ്ടി ബാംഗ്ലൂരില് വക്കാലത്ത് ഫയൽ ചെയ്ത് എക്സ് പാർട്ടി സെറ്റിസൈഡ് ചെയ്യാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്ത് എക്സ് പാർട്ടി സെറ്റിസൈഡ് ചെയ്യിച്ചത്. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കളുടെ പ്രതികരണം. എക്സ് പാർട്ടി ആയിരുന്നല്ലോ, ഇപ്പോഴും എക്സ് പാർട്ടി അല്ലേ വന്നിരിക്കുന്നത്, ഇപ്പൊ വന്നിരിക്കുന്നത്. അതെ, അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ വക്കീല് തന്നെ ഉമ്മൻചാണ്ടിക്ക് പറഞ്ഞു കൊടുത്തു, ഇത് തീർച്ചയായിട്ടും വിധിയിൽ താങ്കൾ പൈസ കെട്ടിക്കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് താങ്കൾ കണ്ടസ്റ്റ് ചെയ്ത് ഫെയിലാകുന്നതിലും ഭേദം കണ്ടസ്റ്റ് ചെയ്യാതെ കൊണ്ട് ഫെയിലാകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഏതെങ്കിലും നിയമപരമായ ശ്രീ ജോസഫ് വാഴക്കൻ, അതൊരു ചെറിയൊരു ലൂപ്പ് ഹോൾ വെച്ചിട്ട് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാള് പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് കണ്ടസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? ആരെങ്കിലും തടഞ്ഞോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിവിൽ കോടതിയിൽ നിന്ന് വരുന്ന പല വിധികളും പലതും എക്സ് പാർട്ടി ആയിട്ടൊക്കെ വരും, ശ്രദ്ധിക്കപ്പെടാതെ വരും. അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെ വരാറുള്ളത് സ്വാഭാവികമായി. ഇതിനൊക്കെ ബാക്കി നിയമപരമായ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് പഠിക്കാതെ എനിക്കതിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയും. എന്തായാലും താങ്കൾക്ക് രസകരമായിട്ടൊരു ജിസ്റ്റ് ഞാൻ ഇട്ടുവെന്നുണ്ട്. രവി പൂജാരി എന്ന് പറയുന്ന ആൾ രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയ പോലെ തന്നെ ഇദ്ദേഹത്തെ എം കെ കുരുവിളയെയും വിളിച്ചിട്ടുണ്ട്. എം കെ കുരുവിളയെ വിളിച്ചത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ്.
തീർച്ചയായിട്ടും അതെന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അതിന് ബാംഗ്ലൂർ കോടതിയിൽ കേസ് ഇപ്പോഴും പെൻഡിംഗ് ഉണ്ട്. ബാംഗ്ലൂർ കോടതിയിൽ കേസ് ഇപ്പോഴും പെൻഡിംഗ് ഉണ്ട്. രവി പൂജാരി ത്രട്ട് ചെയ്തതിന്റെ. ഇതാരാ ഈ രവി പൂജാരി എന്ന് പറയുന്നത്? ഇയാള് പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ഭീഷണിപ്പെടുത്തിയ അണ്ടർവേൾഡ് ഡോൺ. അണ്ടർവേൾഡ് ഡോൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ജോസഫ് വാഴക്കൻ രവി പൂജാരി ആരാണെന്ന് താങ്കൾ കേരള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയോടൊന്ന് ചോദിക്ക്. പുള്ളി പറഞ്ഞു തരും രവി പൂജാരി ആരാന്നുള്ളത്. ഞാൻ പറഞ്ഞ താങ്കൾ വിശ്വസിക്കില്ല. താങ്കളുടെ ലീഡറല്ലേ, ഉമ്മൻചാണ്ടിയോട് തന്നെ ചോദിക്ക്. പുള്ളി പറഞ്ഞു തരും ആരാ രവി പൂജാരി ആയിരുന്നു. ഏതായാലും ഇത് ഏതാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാതെ എനിക്കൊന്നും പ്രതികരിക്കും. ശരി മിസ്റ്റർ ജോസഫ് വാഴക്കൻ, താങ്കൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? ചോദിച്ചാൽ അതിന് റിപ്ലൈ പറയാൻ പറ്റുമോ? ഏതാ ചോദിക്കൂ. കോട്ടയം DCC പ്രസിഡന്റ് പുതുപ്പള്ളിയിലുള്ള ഒരു കോൺഗ്രസ് ലീഡറിന് മൊബൈലിൽ സംസാരിച്ചത്, ഉമ്മൻചാണ്ടിയെ പറ്റി സംസാരിച്ചത്, കാശ് കിട്ടിയാൽ സ്വന്തം തള്ളേന് വരെ മണിക്കൂറിന് വിൽക്കുന്നവനാണ് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന്. അങ്ങനൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല, വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾ അതിന്റെ ഒന്ന് കേൾപ്പിക്കും. അതിന്റെ CD എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കോട്ടയം DCC എന്റെ കയ്യിലിരിപ്പുണ്ട്. ജോസഫ് വാഴക്കൻ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാം. ശ്രീ MK കുരുവിള, ഒരുപക്ഷെ ടോമി കല്യാണിയുടെ സംഭാഷണത്തെ കുറിച്ചായിരിക്കും താങ്കൾ പറഞ്ഞു വരുന്നത്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് പോകേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു കോടതി വിധിയിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകളിൽ ആദ്യത്തേതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ. ആ സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. താങ്കളിൽ നിന്ന് പണം വാങ്ങി തിരിച്ചു നൽകാൻ താമസിച്ചു അല്ലെങ്കിൽ തിരിച്ചു നൽകിയില്ല എന്നുള്ളതാണ് കേസ്, അതല്ലേ? അതെ. ആ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കോടതി വിധിയായി വന്നിരിക്കുകയാണ്. അല്ലല്ല, മിസ്റ്റർ ജോസഫ് വാഴക്കന് കിടന്ന് ഉരുളുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചതാ. അത് ജോസഫ് വാഴക്കൻ അറിയാം. അത് അങ്ങനെ ഒരു ഇതുള്ളതും ആ സംഭാഷണം ഉള്ളതും എല്ലാം ജോസഫ് വാഴക്കൻ നന്നായിട്ട് അറിയാം. ആ സംഭാഷണത്തിൽ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ആ സംഭാഷണത്തെ കുറിച്ച് വിട്ടോളൂ. കാരണം ഇപ്പോൾ അത് പറയേണ്ട ഒരു സാഹചര്യം കൂടിയല്ല. ഇപ്പോൾ പറയേണ്ടത്, ഈ ശ്രീ MK കുരുവിള ആരോപിക്കുന്ന കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കുന്നു. കോടതി ശരിവച്ച പ്രകാരം അല്ല ശ്രീ ജോസഫ് വാഴക്കൻ, ഇനി ഉമ്മൻചാണ്ടിക്ക് ഈ പണം ഒന്നുകിൽ അപ്പീൽ പോകണം അല്ലെങ്കിൽ പണം കെട്ടിവെക്കണം, അതല്ലേ അവസ്ഥ? ഇതിനകത്തത് എക്സ്പാർട്ടി വിധിയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ആർക്ക് കൊണ്ടുപോയി സിവിൽ കോടതിക്ക് കൊണ്ടുപോയി ഏത് കേസും കൊടുക്കാം. ആ കേസിനകത്ത് പ്രോപ്പറായിട്ട് അഡ്വക്കേറ്റ് ഹാജരായില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ MLA ആയിരിക്കുന്ന ആൾക്ക് അഡ്വക്കേറ്റിന് ഹാജരാക്കാൻ കഴിയില്ലേ? മിസ്റ്റർ ജോസഫ് വാഴക്കൻ സിവിൽ കോടതിയിൽ മിസ്റ്റർ ജോസഫ് വാഴക്കൻ ഒരു മിനിറ്റ് കേൾക്കോ. ഇത് എക്സ്പാർട്ടി ആദ്യമായി, അതിനുശേഷം വക്കാലത്ത് ഫയൽ ചെയ്ത എക്സ്പാർട്ടി സെറ്റ് അസൈഡ് ചെയ്യിച്ചു, അതിനുശേഷം വീണ്ടും എക്സ്പാർട്ടിയായി, അതിനുശേഷം കേരളത്തിലെ ലീഡിംഗ് പേപ്പർ പബ്ലിക്കേഷൻ കൊടുത്തു കോടതിയുടെ പെർമിഷൻ പ്രകാരം. ഇന്ന പ്രതികൾ ഹാജരാകണം, ഹാജരാകണം പറഞ്ഞിട്ട്. അത് കഴിഞ്ഞും 3 ഹിയറിംഗ് ഡേറ്റിന് കോടതി വെയിറ്റ് ചെയ്തു. പിന്നെ ഇവരുടെയൊക്കെ വീട്ടിൽ പോയി ഇവരെ വിളിച്ചുകൊണ്ടൊന്ന് കേസ് നടത്താൻ ഒരു കോടതിക്ക് ഇല്ലെങ്കിൽ ഒരു ജഡ്ജിനും ആവില്ല. അപ്പോ മനസ്സിലായല്ലോ ഇത്. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾക്ക് ഒരു എക്സ്പാർട്ടി വിധി വരികയാണെങ്കിൽ താങ്കൾ കണ്ടസ്റ്റ് ചെയ്യില്ലേ? അല്ലെങ്കിൽ എക്സ്പാർട്ടി വിധി വരുന്ന പശ്ചാത്തലമുണ്ടെങ്കിൽ താങ്കൾ കണ്ടസ്റ്റ് ചെയ്യില്ലേ? മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ഡോക്യുമെന്ററി എവിഡൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കോടതിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേസിന്റെ മെറിറ്റിൽ കോടതിയിൽ ഇതിനെക്കുറിച്ച് വിസ്താരം നടന്നിട്ടില്ല. അതാണ് ഇപ്പൊ നടക്കുന്നത്. അത് എന്താണെന്നുള്ളത്, എന്താണ് ലാപ്സ് സംഭവിക്കുന്നത് ചോദിച്ചാൽ കേസിന്റെ മെറിറ്റിനെ പറ്റി ഒരു കാര്യം ചെയ്യാം. അവര് വക്കീലിനെ വെച്ചായിരുന്നല്ലോ. ആ വക്കീല് ഏതായാലും വക്കീലിനെ കൊണ്ട് ഈ ജഡ്ജ്മെന്റിന്റെ കോപ്പി എടുപ്പിക്ക്. അത് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അത് മനസ്സിലായല്ലോ. ആദ്യം ഇങ്ങനെ ഒരു കേസ് അവിടെ നടക്കുമ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരിക്കും ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതൊരു പക്ഷേ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുണ്ടാകാം. ഹാജരായിട്ടുള്ള ഫോളോ അപ്പ് നടത്തുകയോ ചെയ്തിട്ടുണ്ടാവില്ല.
അതിന്റെ പേരിൽ സിവിൽ കോടതികളിൽ ഇതുപോലെയുള്ള അതിന്റെ പേരിലല്ല ജോസഫ് അതിന് നിയമപരമായ അടുത്ത വഴി തേടും, അത്രേ ഉള്ളൂ. ശ്രീ ജോസഫ് അത് വളരെ ചെറുതാക്കലല്ലേ. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ കണ്ടസ്റ്റ് ചെയ്യുന്നില്ല, കേസ് കണ്ടസ്റ്റ് ചെയ്യുന്നില്ല, എക്സ്പാർട്ടി വിധി ആയിക്കോട്ടെ എന്ന് വിചാരിക്കും എന്ന് നമുക്ക് കരുതുക വയ്യ. അത് അറിയാതെ പോകുമെന്ന് കരുതുകയേ വയ്യ. കാരണം അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫുള്ള, എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ആളുകളുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ MLA-യുമാണ്. മറ്റേതൊരു തൊടുന്യായമല്ലേ? മറ്റേതൊരു തൊടുന്യായമല്ലേ? എക്സ്പാർട്ടി വിധിയാക്കാൻ, തോൽക്കുമെന്ന് ഉറപ്പുള്ള കേസ് എക്സ്പാർട്ടി വിധിയാക്കാൻ വിട്ടുകൊണ്ട് നിൽക്കുന്നതും ഒരു തൊടുന്യായമല്ലേ? ഒരുപാട് സിവിൽ കേസുകൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. കൃത്യമായി മറ്റു പൊളിറ്റീഷ്യൻസ് സംഭവിക്കുന്നുണ്ടോ? താങ്കൾക്ക് സംഭവിക്കുന്നുണ്ടോ? മറ്റൊരു സ്റ്റേറ്റിൽ ഇതുപോലെയുള്ള ഓരോ കഥാപാത്രങ്ങൾ ആർക്കെങ്കിലും കൊണ്ടുപോയി കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതാകും. അപ്പൊ ആരെങ്കിലും പ്രമുഖരായ ഒരാളെയും കൂടെ അതിന്റെ അകത്ത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരു പൊളിറ്റീഷ്യനാണ്, താങ്കൾക്കെതിരെ ഒരു എക്സ്പാർട്ടി വിധി വന്നിട്ടുണ്ടോ? മിസ്റ്റർ ജോസഫ് വാഴക്കൻ, ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം ക്രൈംബ്രാഞ്ച് ADGP ഹേംചന്ദ്രൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിപ്പം ചാർജ് ഷീറ്റ് ആകുന്നുണ്ട്, ക്രിമിനൽ കേസ്. അല്ലല്ല, നിങ്ങൾ നോക്ക്, അടുത്ത ആഴ്ച അത് ഫയലാകുന്നുണ്ട്, ചാർജ് ഷീറ്റ് ഫയലാകുന്നുണ്ട്. അതിലും ഉമ്മൻചാണ്ടി പ്രതിയാണ്, മനസ്സിലായില്ലേ? അതും എക്സ്പാർട്ടിയെ വിധിയാക്കുവോ? ഒന്ന് പറഞ്ഞേ. ഏതായാലും വരട്ടെ. ശരി, അത് കാണാൻ ശ്രീ ജോസഫ് വാഴക്കൻ. ശ്രീ MK കുരുവിള, താങ്കൾ തുടരുക. ശ്രീ T സിദ്ദിഖ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ T സിദ്ദിഖ്, താങ്കൾ ഇത് ശ്രദ്ധിച്ചു കാണും. പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത, ബംഗളൂരു സെഷൻസ് കോടതിയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വിധിയുണ്ടായിരിക്കുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള 4 പേർ, അദ്ദേഹത്തിൻ്റെ ബന്ധു അടക്കമുള്ള 4 പേർ 1,61,00,000 രൂപ MK കുരുവിള എന്ന ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായിക്ക് നൽകണമെന്നും കോടതി ചെലവടക്കം ഒരുപക്ഷെ 2,10,00,000 രൂപയുടെ അടുത്ത് വരുന്ന തുക ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ 60 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കെട്ടിവെക്കണമെന്നാണ് കോടതി വിധി. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്, ഈ കോടതി വിധി എക്സ്പാർട്ടി വിധിയാണോ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഈ കേസ് നടത്തിയതിന് ശേഷം കേസിന്റെ മെറിറ്റും കേസിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്ന കോടതിയിൽ ചർച്ച ചെയ്തതിന് ശേഷമാണോ, വാദപ്രതിവാദം നടന്നതിന് ശേഷമാണോ ഈ കോടതിയുടെ വിധി ഉണ്ടായത് എന്ന് അറിയാൻ ആദ്യം താല്പര്യമുണ്ട്. ശ്രീ T സിദ്ദിഖ് അതിന് കുരുവിള മറുപടി പറയും. ശ്രീ MK കുരുവിള, ശ്രീ MK കുരുവിള, താങ്കൾ പറയാം, ഇത് ഉമ്മൻചാണ്ടി കേസ് അറിഞ്ഞിരുന്നില്ലേ? ഉമ്മൻചാണ്ടി അറിഞ്ഞിരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഉമ്മൻചാണ്ടി കോടതിയിൽ നിന്നുള്ള നോട്ടീസ് ഡയറക്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പാർട്ടിയായി, അതിനുശേഷം എക്സ്പാർട്ടി സെറ്റിസൈഡ് ചെയ്യാൻ അപ്ലിക്കേഷൻ കൊടുത്ത് വക്കാലത്ത് ഫയൽ ചെയ്ത് സെറ്റിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അപ്പോ MK കുരുവിളയുടെ സംസാരത്തിലൂടെ പിന്നെ നിയമം അറിയുന്ന, കോടതികളുടെ കാര്യങ്ങൾ അറിയുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്ന പ്രഥമദൃഷ്ടിയാവുള്ള ഒരു കാര്യം, കോടതിയിൽ കേസ് വന്നു, ഉമ്മൻചാണ്ടിക്ക് നോട്ടീസ് വന്നു, അതിൽ എക്സ്പാർട്ടി വിധി വന്നു, ആ വിധി സെറ്റിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തു, അതിന് ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തു. അതിനുശേഷം ഇപ്പോ വീണ്ടും അത് എക്സ്പാർട്ടിയായി കോടതിയിൽ ഉമ്മൻചാണ്ടിയുടെ വാദങ്ങൾ കേൾക്കാനുള്ള അവസരമില്ലാതെ അതിനെക്കുറിച്ച് ഗൗരവമായി ആ കേസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ സിദ്ദിഖ്, താങ്കൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? ഇതൊന്നും മനസ്സിലാവാത്ത ഒരു ബുദ്ധിയില്ലാത്ത ആളാണെന്നാണ് വിചാരിക്കുന്നത്? പറയട്ടെ, ഞാൻ ഉമ്മൻചാണ്ടി അല്ല, ഞാൻ സംശയം ചോദിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കേസ് വന്നാൽ, പിന്നെ ഒരു സിവിൽ കേസ് വന്നാൽ അതിൽ കണ്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ എക്സ്പാർട്ടി വിധി ഉണ്ടാവുന്ന ധാരണ ഇല്ലാത്ത ഒരാളായിട്ടാണോ താങ്കൾ ഉമ്മൻചാണ്ടിയെ കാണുന്നത്? അത്രത്തോളം ബുദ്ധിയില്ലാത്ത ഒരാളാണോ അദ്ദേഹം? അല്ല, ഉമ്മൻചാണ്ടിയെ വിവരമില്ലാത്ത ആളും ബുദ്ധിയില്ലാത്ത ആള് എന്നൊക്കെ നിങ്ങൾ പറയും. ഞാൻ പറയുന്നില്ല, ഞാൻ ചോദിക്കുന്നതാണ് താങ്കളോട്. ഒരു കേസ് വന്നാൽ അതിന്റെ നോട്ടീസ് ഒപ്പിട്ട് വാങ്ങിയാൽ കേസ് കണ്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ എക്സ്പാർട്ടി വിധി ഉണ്ടാകും എന്ന് ധാരണ ഇല്ലാത്ത ഒരാളാണോ നമ്മളെ കഴിഞ്ഞ കുറെ കാലമായി ഭരിച്ചുകൊണ്ടിരുന്നത്? അല്ല, നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് പാവങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനും കാരുണ്യ ബെനവലന്റ് ഫണ്ടും സൗജന്യമായി അരിയൊക്കെ കൊടുത്തിരുന്നു. ആയിക്കോട്ടെ, അതൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ കേസ് വിധി ഉണ്ടായിരിക്കുന്നു. അതെ, കേസിന്റെ വിധി വന്നല്ലോ, കേസിന്റെ വിധി വന്നു. ഇത് ഉമ്മൻചാണ്ടി കേസ് വക്കീലിനെ വെച്ച് വാദിച്ചതിന് ശേഷമാണ് ഈ വിധി വന്നതെങ്കിൽ ശ്രീ കുരുവിള പറയുന്ന ന്യായം, ഞാൻ ഒരു ന്യായം അങ്ങോട്ട് ചോദിച്ചോട്ടെ ശ്രീ സിദ്ദിഖ്, തോൽക്കാൻ പോകുന്ന ഒരു കേസ് വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കാതെ എക്സ്പാർട്ടി വിധിയാക്കാനുള്ള ബുദ്ധി ഉമ്മൻചാണ്ടി കാണിച്ചു, ഞാൻ തിരിച്ചൊരു ആരോപണം അങ്ങോട്ട് വെച്ചാലോ? ഒന്ന് എന്നെ പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ
ാണ് ഉമ്മൻചാണ്ടി. അതല്ലെങ്കിൽ നിങ്ങൾ കുരുവിളയെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്തു. ആളാണ് ഉമ്മൻചാണ്ടി. സിദ്ദിഖിന് പറയാൻ അവസരം നൽകൂ. സിദ്ദിഖിന് പറയാൻ അവസരം നൽകൂ. ഒന്ന് എന്നെ ചർച്ചയ്ക്ക് എനിക്ക് ഈ കേസിന്റെ വിശദാംശങ്ങൾ അറിയില്ല. ശരി, ഈ വിശദാംശങ്ങൾ അറിയാതെ നിങ്ങൾ വിളിക്കുമ്പോൾ പ്രതികരണത്തിന് നിൽക്കുന്നത് ഇതിന്റെ സാന്ദർഭികമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യുന്നത്. അതിൽ ആ കാര്യങ്ങൾ പറയാനുള്ള അവസരം ഇല്ല എങ്കിൽ നിങ്ങൾ കുരുവിളയെ വെച്ച് ചർച്ച ചെയ്തോളൂ. കാര്യത്തിൽ പ്രയാസമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ വാദവും ഉമ്മൻചാണ്ടിക്ക് പറയാനുള്ള കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞതിന് ശേഷം വിചാരണ നടത്തിയാണ് ഈ വിധിന്യായമെങ്കിൽ ഉമ്മൻചാണ്ടി തെറ്റുകാരൻ എന്ന് പറയാം. ഒന്ന്. രണ്ട്, ഇപ്പോഴുണ്ടായിരിക്കുന്ന കോടതി വിധിയോടുകൂടി ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് പഠിക്കുകയും വിലയിരുത്തുകയും അതിന്റെ സത്യം കോടതിയെ ബോധ്യപ്പെടുത്തി ഈ എക്സ്പാർട്ടി വിധി സെറ്റ് അസൈഡ് ചെയ്തുകൊണ്ട് സത്യം ജനങ്ങളിലും ജുഡീഷ്യറിയിലും എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കപ്പെടും. അന്ന് ഇത് വീണ്ടും ശ്രീ എം കെ കുരുവിളയെയും കൈരളി ടിവിയെയും വീണ്ടും കാണാം. നമുക്ക് ഇത് ഏകപക്ഷീയമായിട്ടുള്ള വാദപ്രതിവാദം കാണാമെന്നുള്ള ആ രീതിയിൽ സംസാരിക്കരുത്. വളരെ ഉത്തരവാദിത്തം കൂടി കാണേണ്ട സംഭവമാണ് ഇത്. കാരണം ഒന്ന്, ഉമ്മൻചാണ്ടി നിയമം അറിയാത്ത ആളല്ല. നേരത്തെ കുരുവിള പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് നിയമം അറിയാവുന്ന ബിരുദമുള്ള ഒരാളാണ് അദ്ദേഹം. രണ്ട്, ഒരു സിവിൽ കേസ് കണ്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ എക്സ്പാർട്ടി വിധി ഉണ്ടാകുമെന്നുള്ള ധാരണ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് എന്തായാലും ഉണ്ടാകും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന ബുദ്ധിമാനായ വ്യക്തിയെ തന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മൂന്ന്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ എക്സ്പാർട്ടി സെറ്റിൽസൈഡ് ചെയ്യാനുള്ള നടപടികൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കോടതി രേഖകളുണ്ട്. നാല്, 2 തവണ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയിരുന്നതിന് കോടതിയിൽ തെളിവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ അറിയാതെ പോകുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ഉമ്മൻചാണ്ടിക്ക് വാദിക്കാനുള്ള അവസരം എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി വിനിയോഗിച്ചില്ല? ഉമ്മൻചാണ്ടി അറിയാതെ കോടതി ഒരു നോട്ടീസും അയക്കാതെ അത് കൈപ്പറ്റാതെ അത് തിരിച്ചു വന്ന് ബൗൺസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ താങ്കൾ പറയുന്നത് ഞാൻ അതേപോലെ തന്നെ അംഗീകരിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവം. ഉമ്മൻചാണ്ടി അറിഞ്ഞ് ഒരു കേസ് കണ്ടസ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് സാധാരണക്കാരന് തോന്നുക. ഒന്ന്, ഉമ്മൻചാണ്ടി കേസ് കണ്ടസ്റ്റ് ചെയ്യാതെ തന്നെ പ്രതിയായി കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ തനിക്കെതിരായി വിധി വരാൻ ബോധപൂർവം ഉമ്മൻചാണ്ടി നിന്നുകൊടുത്തു എന്നുള്ള നിങ്ങളുടെ നിരീക്ഷണം, അത് കൈരളി ചാനലിന്റെ ഒരു ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് അതിശയോക്തിയില്ല. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് തെറ്റിദ്ധാരണജനകമായി ഉണ്ടാകുന്ന അത്തരത്തിലുള്ള വ്യാഖ്യാനം വരുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. 2 കാര്യങ്ങൾ താങ്കൾ ബന്ധപ്പെടുത്താം. 2 തവണ നോട്ടീസ് അയപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കേസിൽ മറുപടി പറയട്ടപ്പാ. പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞല്ലോ, ഞാനിന് മറുപടി പറഞ്ഞോട്ടെ. ശരി. ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരിടപെടൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 2, ഇതില് കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് കോടതിയിൽ വിചാരണ നടക്കുകയോ കൃത്യതയോടുകൂടി അതിന്റെ കാര്യങ്ങൾ നടക്കുകയോ ഉമ്മൻചാണ്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ അവതരിപ്പിക്കപ്പെടുകയോ അത് കേൾക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഏകപക്ഷീയമായി ഉണ്ടായിട്ടുള്ള വിധിയാണിത്. ആ വിധി വീണ്ടും ജുഡീഷ്യൽ ഹെറാർക്കി മേലെയുണ്ട്. അവിടെ കൊടുത്ത് ആ വിധി സെറ്റ് അസൈഡ് ചെയ്യുക മാത്രമല്ല, സത്യം ജനങ്ങളെയും ജുഡീഷ്യറിയും ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്. ആ അവസരം കൃത്യമായി ഉമ്മൻചാണ്ടി ഉപയോഗപ്പെടുത്തും. ഈ വിധി എക്സ്പാർട്ടിയായി വന്നിട്ടുള്ള വിധിയാണ്. അതുകൊണ്ട് തന്നെ കേസ് നടത്താതെ ഉമ്മൻചാണ്ടിയെ കേൾക്കാതെ വന്നിട്ടുള്ള വിധിയാണ്. ആ വിധി എന്നുള്ളത് കൊണ്ട് തന്നെ, ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വിധി എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തിലെടുത്ത് ആ വിധി എക്സ്പാർട്ടി വിധി സെറ്റ് ചെയ്യാനും സത്യം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ നടപടിയും നീതി പുലരാനുമുള്ള സംവിധാനം ചെയ്യും. ഒരു തർക്കമില്ല. സിദ്ദിഖ്, നമുക്ക് വരുന്ന സംശയം ഇതാണ്. അദ്ദേഹം 2 തവണ നോട്ടീസ് കൈപ്പറ്റിയതിന് രേഖകളുണ്ട്. കോടതി രേഖകൾ പരിശോധിക്കാം. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേസ് അദ്ദേഹം പരിഗണിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഈ കേസിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു എന്നുള്ള പൂർണ്ണമായ രേഖകൾ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരു എക്സ്പാർട്ടി വിധി ഉമ്മൻചാണ്ടിയെ പോലെയുള്ള കൂർമ്മ ബുദ്ധിശാലിയിൽ നിന്നുണ്ടാകുന്നത്? ഉമ്മൻചാണ്ടി തനിക്കെതിരെ ഒരു കോടതി വിധി എക്സ്പാർട്ടിയായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാതെ മൗനിയായി ഇരിക്കും എന്ന് കരുതാൻ പറ്റുമോ? കരുതാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ മെച്ചം ഇതാണ്. കാരണം എക്സ്പാർട്ടിയായി വിധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ന്യായം പറയാനുള്ള ഒരു അവസരം ഉണ്ടാകും. കേസ് കണ്ടസ്റ്റ് ചെയ്ത് തോറ്റിരുന്നെങ്കിലോ? അല്ല, കേസ് കണ്ടസ്റ്റ് ചെയ്ത് തോറ്റിരുന്നുവെങ്കിൽ മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. അല്ല, അപ്പൊ ഈ ന്യായം പറയാൻ പറ്റില്ല. അപ്പൊ
എന്താ സംശയം? ഈ ന്യായം പറയാൻ പറ്റില്ല. കേസ് കണ്ടസ്റ്റ് ചെയ്ത് തോറ്റു പറയാൻ പറ്റും. അല്ല, മേൽക്കോടതിയിൽ കൊടുത്തിട്ട് കേസ് നടത്താലോ, അതിനെന്താ പ്രശ്നം? മേൽക്കോടതിയിൽ കേസ് കൊടുത്താൽ അപ്പീൽ കൊടുക്കാലോ, ഏത് വരെ പോകാം. അപ്പീൽ മാത്രമല്ല, എല്ലാ ഈ പരാജയപ്പെട്ടാൽ കൊടുക്കാലോ, അതിന് ഉമ്മൻചാണ്ടിക്ക് പോകാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ ഈ ന്യായം പറയാൻ പറ്റും. അപ്പോ അല്ല, ഈ ന്യായമല്ല. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട്, പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ളതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്, ഒരു തർക്കമില്ല. കേരളീയ പൊതുസമൂഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. ആ ഉമ്മൻചാണ്ടി ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാപ്സ് വന്നിട്ടുണ്ട്. ആ ലാപ്സ് ഏകപക്ഷീയമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. ആ ഏകപക്ഷീയമായ വിധി ഉമ്മൻചാണ്ടിയെ കേൾക്കാതെ വന്നിട്ടുള്ള വിധിയാണ്. നിരപരാധിയായ ഉമ്മൻചാണ്ടി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. അതോടുകൂടി ഈ പ്രശ്നമൊക്കെ അവസാനിക്കും. ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. 100 കണക്കിന് കേസുകൾ എക്സ്പാർട്ടി ആയിട്ട് കോടതികളിൽ വരാറുണ്ടല്ലോ. ആ കോടതിയിൽ ശ്രീ സിദ്ദിഖ്, ഞാൻ പറയുന്നത് ഇതൊരു അഴിമതി കേസാണ്. അഴിമതി കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങി എന്ന് ആരോപിക്കപ്പെടുന്ന കേസാണ്. ആരോപണ സ്ഥാനത്ത് ഇപ്പോൾ കേസിൽ വിധിച്ച പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രിയായിരുന്നു. അത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ എക്സ്പാർട്ടി വിധിക്ക് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ ശ്രീ സിദ്ദിഖ്? ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് തന്റെ പേര് ചീത്താക്കാൻ അദ്ദേഹം നിൽക്കേണ്ട കാര്യമല്ലോ ഉണ്ടായിരുന്നു. എക്സ്പാർട്ടി വിധി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ആ കേസ് വിചാരണ നടത്താതെ വന്നിട്ടുള്ള വിധിയാണ്. ആ വിചാരണ ഉമ്മൻചാണ്ടി സമൻസ് കൈപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. സമൻസ് ഉമ്മൻചാണ്ടി കൈപ്പറ്റിയിരിക്കും. സമൻസ് കൈപ്പറ്റിയതിനു ശേഷം വക്കാലത്ത് ഒരുപക്ഷെ കൊടുത്തിരിക്കും. വക്കാലത്ത് കൊടുത്തതിന് ശേഷം ഇത് ആദ്യം എക്സ്പാർട്ടി വിധി ഉണ്ടായി. പിന്നെ ആ വിധി സെറ്റിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കോടതി തന്നെ ഇലക്ഷന്റെ ഒരു സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ആ ജുഡീഷ്യൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തി. അത് കഴിഞ്ഞ് വീണ്ടും അതിന് ആ കേസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ലാപ്സസ് വന്നു. അദ്ദേഹത്തിന് വേണ്ടി വാദം നടന്നിട്ടില്ല. കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. ഈ ഇലക്ഷന്റെ ഒരു ഭാഗത്തുള്ള തിരക്ക്, പൊതുപ്രവർത്തനത്തിന്റെ തിരക്ക്, അദ്ദേഹം ഇപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ഇതുപോലെയുള്ളതായിരിക്കുന്ന മനസ്സിൽ പോലും തട്ടാത്തതായിട്ടുള്ള കേസ് അതിനെ ഇത്ര ഗൗരവത്തിൽ പോലും എടുക്കാതെ അദ്ദേഹം നിന്നിരുന്നത് തന്നെ ഇതിലുള്ളതായിരിക്കുന്ന ഗൗരവം പോലും അദ്ദേഹത്തിന്റെ മനസ്സിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കേസിന്റെ ഇപ്പോൾ ബാക്കിയുള്ള നിരവധിയായ കേസുകളും ഉണ്ട്, ഇനിയും നിരവധിയായ കേസുകളുണ്ട്. ഇതിലൊക്കെ ഉമ്മൻചാണ്ടി എടുക്കുന്ന ഈ സ്റ്റാൻഡ് ആയിരിക്കുമോ? ഉമ്മൻചാണ്ടി കേരളത്തിലെ എന്തൊക്കെ അലിഗേഷൻസ് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ ആളുകളാണ് പ്രതിപക്ഷം. ആ അലിഗേഷൻസ് ഒക്കെ കേരളത്തിലെ അതിലൊരു അലിഗേഷൻ കോടതി വിധിയായി വന്നിരിക്കുന്നു. അതെ, എക്സ്പാർട്ടി വിധിയാണെന്ന്. എക്സ്പാർട്ടി വിധി ഉണ്ടാക്കുന്നത് അത് കണ്ടസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ജുഡീഷ്യറിയുടെ ഒരു പ്രിസംഷൻ ഉണ്ട്. ഒരു പ്രിസംഷൻ. എന്താണ് ആ പ്രിസംഷൻ? പറയട്ടെ, ലീഗലായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്കറിയാം. എക്സ്പാർട്ടി വിധി എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന്റെ വാദം കേൾക്കാതെ അന്യായക്കാരന്റെ വാദം മാത്രം കേട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള പ്രമാണങ്ങൾ മാത്രം നോക്കി അതിനെ എതിർക്കാൻ ഒരക്ഷരം പോലും പറയാനോ എതിർക്കാനോ ഒരാൾ പോലും ഇല്ലാതെ പറയുന്നത് നോക്കി അപ്പടി കൊടുക്കുന്ന വിധിയാണ് എക്സ്പാർട്ടി വിധി. ആ എക്സ്പാർട്ടി വിധി ഒരാൾ കുറ്റക്കാരനാണ് എന്നുള്ള പ്രിസംഷൻ ഇല്ല. അത് നാളെ ജുഡീഷ്യൽ ഹയറാർക്കിയിൽ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്ത് സത്യം നാളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഉമ്മൻചാണ്ടി മടിച്ചിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ, ഇത് ഒരു തരത്തിലും ഗൗരവം ഉള്ളതായിരിക്കുന്ന വിധിയല്ല എന്നുള്ളത് മാത്രമല്ല. അതെങ്ങനെയാണ് സിദ്ദിഖ്? മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന 4 പേർ ഒരാൾക്ക് നഷ്ടപരിഹാരം, അയാളിൽ നിന്ന് അഴിമതിയായി വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കണമെന്ന് കോടതി ഉത്തരവിടുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾക്ക് പ്രാധാന്യമില്ലാതായി മാറുന്നത്? എക്സ്പാർട്ടി വിധി ആയതുകൊണ്ട് നാളെ അത് താങ്കൾ ഇങ്ങനെ എക്സ്പാർട്ടി വിധിയെ കുറിച്ച് ഇങ്ങനെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണികൾ തെറ്റിദ്ധരിക്കും ഉമ്മൻചാണ്ടി ഇതിനു വേണ്ടി മാത്രം നിന്നതാണ്, എക്സ്പാർട്ടി വിധി ആയിട്ട് ഈ ന്യായം പറയാൻ നിന്നതാണ് എന്ന് ധരിക്കും എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും പ്രതികരണം? അല്ല, അത് ഉമ്മൻചാണ്ടി കണ്ടസ്റ്റ് ചെയ്ത് ഉമ്മൻചാണ്ടിക്കെതിരെ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നാളെ അപ്പീൽ കൊടുക്കുക. എക്സ്പാർട്ടിയായി വിധി വന്നാലും നാളെ, അതായത് ഒരു കോടതിയിൽ നിന്ന് ഒരു വിധി വന്നാൽ ജുഡീഷ്യൽ ഹയറാർക്കിയിൽ നിരവധിയായിട്ടുള്ള, അതായത് സിദ്ദിഖ് പറയുന്നത് ഇനി ഏതൊരു കുറ്റവാളിയും സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വിധിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ മതി രാഷ്ട്രീയക്കാർ എന്നാണോ പറയുന്നത്? അതാണോ ധാർമ്മികത?
അത് നിങ്ങളുടെ പിന്നെ നിരീക്ഷണമാണ്, നിങ്ങളുടെ ധാർമ്മികതയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ് പാർട്ടി വിധി ഉമ്മൻചാണ്ടിയെ കേൾക്കാതെ ഏകപക്ഷീയമായി ഉണ്ടായി. അതിനെതിരായി ഇനി കേസ് നടത്തി സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഉമ്മൻചാണ്ടിയെ പ്രതി ആയി ജുഡീഷ്യറി മേൽക്കോടതി ഒരു കാരണവശാലും സത്യം ബോധ്യപ്പെടുത്തുമ്പോ, ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്തുമ്പോ ഉമ്മൻചാണ്ടിയെ തൊടാൻ സാധിക്കില്ല. ഇനിയെങ്കിലും ഒരു വക്കീലിനെ വെച്ചില്ലെങ്കിൽ അകത്താവും കേട്ടോ. നന്ദി, വളരെയധികം നന്ദി ശ്രീ സിദ്ദിഖ്.